ഇത്രയും കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് തന്നെ സൗഖ്യമാണ്. രോഗമുണ്ടായിട്ട് വേണ്ടേ സൗഖ്യം തരാൻ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തോട് ബന്ധപ്പെട്ട് നിനക്കൊരു ഉടമ്പടി ഉണ്ടെങ്കിൽ അത് തന്നെ നിന്റെ ശരീരത്തിനും മനസ്സിനും ഒരു സൗഖ്യമാണ്. ഇന്ന് ശരീരത്തിന് ആവശ്യമുള്ളവരാണോ ലോകത്തിൽ കൂടുതൽ, അതോ മനസ്സിന് സൗഖ്യം ആവശ്യമുള്ളവരാണോ? ഒരു സംശയവും വേണ്ട. നിങ്ങൾ പറഞ്ഞു മനസ്സിന് സൗഖ്യം ആവശ്യമുള്ളവരാ. ഒരു ഇതില്ലാതെ ഞാൻ പറയും, ഈ ലോകത്തിൽ നടക്കുന്ന എനിക്കറിയാം ശാരീരിക രോഗങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷേ മനം തകർന്നിരിക്കുന്നവരുടെ എണ്ണം അതിലെത്രയോ അധികമാണെന്നറിയാവോ? മന തകർച്ച മൂലം ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടെന്ന് കരുതുന്നവർ എത്ര പേരാണെന്നറിയാമോ? മന തകർച്ച മൂലം വേണ്ടാത്ത രോഗങ്ങളെ വരുത്തി വെച്ചവർ എത്ര പേരാണെന്നറിയാമോ? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, മിസ്രയീമിൽ അവർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നുപോലും ഞാൻ നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഈ സൗഖ്യം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? അതിന് ദൈവം എന്താ പറഞ്ഞ രഹസ്യവാക്യമാണ് 27-ാമത്തെ വാക്യം. 27-ാമത്തെ വാക്യം എണ്ണി 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഈ 4 കാര്യങ്ങൾ ഉള്ളവരിൽ സൗഖ്യമുണ്ട്. മിസ്രയീമ്യർക്ക് വന്ന വ്യാധിക്ക് ഒരു കാരണമുണ്ട്. ആ കാരണം ഒരിക്കലും നിന്നിൽ ഉണ്ടാകരുത്. എന്നിട്ട് ദൈവം 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പിന്നെ അവർ ഏലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 12 നീരുറവുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തൊട്ടുപുറകിൽ കാണാം, മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അവർ മാറാ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞാൻ എന്തു കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. ഹല്ലേലൂയ. മാറായുടെ അനുഭവം, വെള്ളമില്ലാത്ത അനുഭവം, നീ പിറുപിറുത്തു. 12 ഗോത്രത്തിൽപ്പെട്ട നിനക്കിൽ കുടിക്കാനുള്ള വെള്ളം നിന്റെ മുന്നിൽ വന്നപ്പോൾ അത് കയ്പ് നിറഞ്ഞ വെള്ളമായിരുന്നു. എന്നാൽ ഞാൻ നിന്നെ എന്താക്കുകയാണെന്നറിയാമോ? നിന്റെ 12 ഗോത്രങ്ങളെ ഞാൻ 12 നീരുറവാക്കാൻ പോവുകയാണ്. നിനക്ക് ലഭിച്ച ദൈവം വെള്ളം കയ്പുള്ളതാണെന്ന് നീ പറയുന്നു. എന്നാൽ നീ തന്നെ മധുരമായിരുന്നാലോ പിന്നെ കയ്പ് എവിടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തന്നെ മധുരമായിരിക്കുക. ആമേൻ. പിന്നെ കയ്പ് എവിടെയാണ്? നിനക്ക് കുടിക്കാൻ തന്ന വെള്ളത്തെ കൈവച്ചുകൊണ്ട് കയ്പായതുകൊണ്ട് നീ മാറാ എന്ന് പറഞ്ഞു. ഇതാ ഞാൻ തൊട്ടടുത്ത് 12 നീരുറവ് നിന്നെ കാണിച്ചു തരിക. 12 ഗോത്രങ്ങളിൽപ്പെട്ടവരെ 12 നീരുറവിന്റെ അനുഭവം. നീയാണ് നീരുറവിനെ ലോകത്തിന് കൊടുക്കാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിന്റെ മുന്നിൽ മാറായില്ല. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ നിന്നോട് കൂടെയുണ്ട്. നീ വന്ന സ്ഥലത്ത് മാറായുണ്ട് എന്ന് നീ പറയുന്നെങ്കിൽ ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് നീ തിരിച്ചറിയുന്ന നിമിഷം മാറാ എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. കാരണം 1 അല്ല 2 അല്ല 12 നീരുറവുകൾ നിനക്കായി ജനിപ്പിക്കുന്ന ദൈവമുണ്ട്. അപ്പോൾ ഒരു ചോദ്യമേ ഉള്ളൂ, നീ ഒരു നീരുറവാണോ? എന്തിനാ 12 ഒരു സൗഖ്യം അവിടെ കൊണ്ടുവന്നേ? നീ ഒരു നീരുറവാണോ? ഇനി എത്ര ഈന്തപ്പനമുണ്ട് അവിടെ? 70 എന്ന സംഖ്യ നിങ്ങൾ ചേർത്ത് വെക്കണം. ഇസ്രായേൽ മൂപ്പന്മാരുടെ സംഖ്യ 70 തിരുവചനം എഴുതുവാനായിട്ട് തെരഞ്ഞെടുത്ത് കർത്താവ് ആക്കി വെച്ചത് 70. അവൻ ഇരുണ്ടായി അയക്കുമ്പോൾ അവിടെയും അതിന്റെ സ്പർശം കടന്നു വരുന്നുണ്ട്. മധുരമായ ഈന്തപ്പഴം അല്ലെ, വെള്ളത്തോടൊപ്പം അവർക്ക് ലഭിക്കുന്ന മധുരമുള്ള അവരുടെ ഭക്ഷണം. ഹല്ലേലൂയ. പ്രോസസ് ചെയ്തെടുത്ത് തന്ന ഭക്ഷണം. അതാ നിങ്ങളുടെ ഇരിക്കുന്ന 66 പുസ്തകം വെറുതെ നിങ്ങൾക്ക് കിട്ടിയതല്ല. ഹല്ലേലൂയ. ഇതിന്റെ പിന്നിൽ 70 പേരായിട്ടിരുന്ന് സെപ്റ്റുജന്റ് എന്ന് പറയുന്നത് തന്നെ 70 പേരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ പുസ്തകം എന്നാണ്. ഹല്ലേലൂയ. അങ്ങനെ തന്നെ എഴുതി വെച്ച് 70 പേരുടെ അധ്വാനത്തിന്റെ ഫലം ഓർത്തോണം. അപ്പൊ ഈന്തപ്പഴം പോലെ ഈ വചനം നിന്റെ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ, നീ ഒരു മധുരമുള്ള നീരുറവായി തീരുന്നെങ്കിൽ, ഞാൻ ചോദിച്ചോട്ടെ, എവിടെയാണ് രോഗം? എവിടെയാണ് മനക്ലേശം? എവിടെയാണ് പ്രതിസന്ധി? ഇങ്ങനെ ആക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അനേക സൗഖ്യങ്ങളെ പകർന്നു കൊടുത്തതായിട്ട് നിങ്ങൾക്കറിയാം. തിരുവചനത്തിലൊക്കെ ആ സൗഖ്യങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒരു ചോദ്യം, ആ സൗഖ്യങ്ങളൊക്കെ എല്ലാവർക്കും പ്രയോജനപ്പെട്ടോ? യേശു ക്രിസ്തു കൊടുത്ത സൗഖ്യം അത് ലഭിച്ചവർക്കൊക്കെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞോ? എന്തായിരുന്നു കർത്താവ് കൊടുത്ത സൗഖ്യത്തിന്റെ പ്രത്യേകത? കർത്താവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സൗഖ്യത്തെ സ്വായത്തമാക്കിയവർ യേശുവിന്റെ മുന്നിലുണ്ട്. കർത്താവ് കിണഞ്ഞു പരിശ്രമിച്ച് സൗഖ്യം കൊടുത്തിട്ടും അതുകൊണ്ട് ഗുണപ്പെടാത്തവർ കർത്താവിന്റെ മുന്നിലുണ്ട്.
സൗഖ്യത്തെ ലഭിച്ചിട്ടും ഉള്ളു സൗഖ്യമാകാത്തവർ കർത്താവിൻ്റെ മുന്നിലുണ്ട്. പ്രധാനമായ കഥയെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഓടിച്ച് ഞാൻ ഈ കഥകളെ ഒന്ന് പറയുകയാണ്. സൗഖ്യദായകനായ കർത്താവായ യേശു ക്രിസ്തു കർത്താവിൻ്റെ ലോകത്തിലേക്ക് വരുമ്പോഴുള്ള പ്രധാന ലക്ഷ്യം എത്രയും അധികം പേരെ സൗഖ്യമാക്കുക എന്നുള്ളതായിരുന്നില്ല. എന്നാൽ മനുഷ്യൻ മുഴുവൻ ബന്ധിക്കപ്പെട്ട് ബന്ധനത്തിലായി കിടന്നത് അസുഖങ്ങളാലായതിനാൽ ദൈവത്തിൻ്റെ വചനം അവരിലേക്ക് ലഭിക്കേണ്ടതിന് അസുഖവും രോഗസൗഖ്യവും ഭക്ഷണവും അവർക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അപ്പം നുറുക്കി കൊടുക്കുകയും ഏറ്റവും അധികം സൗഖ്യദായക പ്രവൃത്തി കർത്താവ് ചെയ്യുകയും ചെയ്തത്. ഇതല്ല മർമ്മമെന്ന് കർത്താവിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് അപ്പം കഴിച്ചവരോട് പറഞ്ഞത്, നിങ്ങൾ അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ തേടി വെളുപ്പിനെ വന്നിരിക്കുന്നത്, അടുത്ത അപ്പം കിട്ടുമെന്നറിയാൻ. അതെൻ്റെ ദൗത്യമല്ല. സൗഖ്യമായവരെ കുറിച്ച് പറയുന്നുണ്ട്, ഈ സൗഖ്യത്തിന്റെ പൂർണ്ണത നിനക്ക് വരണമെങ്കിൽ നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ചോദിക്കുന്നില്ലേ, 10 പേർ സൗഖ്യമായില്ലയോ, ബാക്കി 9 പേർ എവിടെ? 10 പേരുടെയും സൗഖ്യം അവരിലുണ്ട്. പക്ഷെ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത സൗഖ്യം പൂർണ്ണതയുള്ള സൗഖ്യമല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി ക്രിസ്തുവിൻ്റെ പ്രക്രിയകളെ നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ക്രിസ്തു ചെയ്ത പ്രവൃത്തിയിലൂടെ തന്നെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ആദ്യം മർക്കോസിൻ്റെ സുവിശേഷം എടുക്കാം. അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരിക്കുന്ന എന്തൊരു എഴുത്താണെന്ന് ഞാൻ ഓർക്കും. ഒറ്റ വാക്യത്തിനകത്ത് ഒരു സ്ത്രീയുടെ മുഴുവൻ അനുഭവങ്ങളുടെയും കാതൽ അടങ്ങിയിട്ടുണ്ട്. ഈ സ്ത്രീയെ കുറിച്ച് പരാമർശിക്കുന്നതിന് മുമ്പ് യേശു പടകിൽ നിന്ന് ഇറങ്ങി കരയിലിരിക്കുന്ന സമയം പള്ളിപ്രമാണിയായ ഒരു മനുഷ്യന്റെ കുഞ്ഞിന് അത്യാസനത്തിൽ ഇരിക്കുകയാണ്. അവൾ ജീവിക്കേണ്ടതിന് നീ വന്ന് കൈവെക്കണമേ എന്നും പറഞ്ഞ് യേശുവിനെ വിളിച്ചവരോടുകൂടെ യേശുവിന്റെ യാത്രയുടെ മധ്യത്തിലാണ് ഈ 12 വത്സരമായി രക്തസ്രാവമുള്ള സ്ത്രീ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളിങ്ങനെ കണക്കാക്കുക, കർത്താവ് ഒരു ദൗത്യത്തിനായി പുറപ്പെടുകയാണ്. കർത്താവ് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവപുത്രനാണ്, സകലത്തിനും കഴിയുന്നവനാണ്. പക്ഷേ അവൻ പ്രാർത്ഥിച്ചിരുന്നു, പിതാവിനോട് അപേക്ഷിച്ചിരുന്നു, എല്ലാം അവൻ പ്രാർത്ഥനയിൽ ലയിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഈ അത്യാസനത്തിലിരിക്കുന്ന പള്ളിപ്രമാണിയുടെ മകൾ ആയിരിക്കുന്ന ഭവനത്തിലേക്ക് വരുന്ന വഴിയിൽ കർത്താവിന് ഒരു ഒരുക്കമുണ്ട്, ആ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുവാൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് വരുന്ന വഴിയിൽ ഒരു സ്ത്രീ നിൽക്കുന്നു. അവൾ ആരാണ് നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ രോഗത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ, ഇന്ന് ഞാനിവിടെ ഈ ഭജന ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് വളരെ വ്യക്തമായി ഇന്നലെ പ്രാർത്ഥന റിക്വസ്റ്റ് എഴുതി തന്ന വ്യക്തിക്ക് വേണ്ടിയും എന്നോടൊപ്പം മധുബഹായിൽ പ്രാർത്ഥിച്ച കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഒരു നിമിഷം കൊണ്ട് ഒഴിഞ്ഞു പോകേണ്ടതല്ല, ആവിയായി പോകേണ്ടതല്ല. അതെപ്പോഴും എന്ന് പറയുമ്പോൾ നമുക്ക് ആ സാഹചര്യത്തെ ഹൃദയത്തിൽ ദൈവം ഉണർത്തി നൽകുന്നേരമൊക്കെയും അതിനുവേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതിൽ വെള്ളം ചേർക്കുവാൻ പാടില്ല. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരൊറ്റ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, 12 വർഷമായി രക്തസ്രാവം. ഒരു സ്ത്രീക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും, എങ്ങനെ മറച്ചു വെക്കാൻ കഴിയും? ഈ സ്ത്രീക്ക് എത്ര വിളർച്ച കാണും. ഈ സ്ത്രീ എപ്പോഴും തൻ്റെ ശരീരത്തെക്കുറിച്ച് പേടിയുള്ളവളാണ്. അവൾ എവിടെ യാത്ര ചെയ്താലും ഏറ്റവും ഭയപ്പെടുന്നവളാണ്. തൻ്റെ ഈ രോഗാവസ്ഥ തനിക്കൊരു നാണക്കേടായി തീരുമോ? നിങ്ങൾ ഈ സ്ത്രീയെ വിലയിരുത്തിയിട്ടില്ല. നിങ്ങളൊക്കെ പല രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 12 വർഷമായിട്ട് സ്വസ്ഥത എന്തെന്നറിയാത്ത ഒരു സ്ത്രീ രാത്രിയിൽ ഞെട്ടി ഉണരുകയാണ്. പകല് നടക്കുന്നിടത്തൊക്കെ അവൾ ചുറ്റും പരതി നോക്കുകയാണ്. അവൾ തൻ്റെ ശരീരത്തിൽ എപ്പോഴും കൈകൾ കൊണ്ട് പരതുകയാണ്. നിങ്ങൾ ആ സ്ത്രീയെ ഒന്ന് മനസ്സിൽ കാണും. 12 വർഷമായി അവൾ അവിടെ സ്വത്തെല്ലാം എന്തിനാ വിട്ടത്? അവളെ ഇതുപോലെ അലട്ടുന്ന ഒരു രോഗമില്ല, അവളെ ഇതുപോലെ തകർത്ത് കളയുന്ന ഒരു കാര്യമില്ല. നിങ്ങൾ നോക്കണം, ഏറിയോന്ന് സഹിച്ചെന്ന് എഴുതിയേക്കുന്നത്. വെറുതെ സഹിച്ചെന്നല്ല വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഏറിയോന്ന് സഹിച്ചു, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. 12 വർഷമായി തൻ്റെ രോഗത്തിന് ഒരു ഭേദവുമില്ല. അവൾ തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു, ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായ അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. യേശുവിനെ കണ്ടിട്ടില്ല, യേശുവിനോട് ഇടപെട്ടിട്ടില്ല, യേശുവിൻ്റെ പ്രവൃത്തിയുടെ മർമ്മങ്ങളെക്കുറിച്ച് അവൾ കേട്ടിട്ടില്ല. വർത്തമാനം കേട്ടു എന്തൊക്കെയോ. അവൾ യേശുവിൽ വിശ്വസിച്ചു. താഴത്തെ വാക്യമാണ്, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു എന്ന് ചിന്തിച്ച നല്ല പ്രിയപ്പെട്ടവരെ, വചനം അതുപോലെ മനസ്സിലാക്കണം. ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു? അവൾ പെറുപെറുത്തുകൊണ്ടേയിരുന്നു. എനിക്കിനി ഒരു ആശ്രയമില്ല. ഈ രക്തസ്രാവം കൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ മേല. ഇടിച്ചു തള്ളി ആളുകൾ പോകുന്നിടത്ത് ആ തിരക്കിനകത്ത് എനിക്ക് കയറാൻ കഴിയില്ല. എനിക്കിതൊന്നും പറ്റുകയില്ല. എൻ്റെ ശാരീരിക സ്ഥിതി കൊണ്ട്
ഞാൻ സൂക്ഷിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ തിരക്കിനും ഓട്ടത്തിനും ഇടയിൽ കർത്താവിൻ്റെ മുന്നിൽ ചെന്ന് ഇത് പറയാനോ ആളുകൾ കേൾക്കെ ഇത് പറയാനോ എനിക്ക് കഴിയില്ല. അവൾ ഏറിയ നാൾ ചിന്തിച്ച് കാണും. എന്നിട്ട് അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തങ്ങലെ തൊട്ടാൽ മതി. അങ്ങനെ ആർക്കും ഇതുവരെ വിടുതൽ ലഭിച്ചിട്ടില്ല. യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടാൽ സൗഖ്യമാകുമെന്ന് ആരും അവളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇല്ല. പക്ഷേ അവൾക്ക് അത് മാത്രമേ കഴിയൂ, അതിനപ്പുറത്ത് പോകാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചോണം, നിങ്ങൾക്ക് കഴിയുന്നിടം വരെ നിങ്ങൾ പോയാൽ മതി. എനിക്ക് പോകാവുന്നിടം വരെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. നിങ്ങളിൽ പലർക്കും ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തി എനിക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ എനിക്ക് ചെയ്യാവുന്നിടം വരെ പോയാൽ മതി, എനിക്ക് പോകാവുന്നിടം വരെ പോയാൽ മതി. അവിടെ അത്ഭുതത്തെ സൃഷ്ടിക്കുവാൻ ഉയരത്തിലെ കർത്താവിന് കഴിയും. അല്ലാതെ മറ്റവരെ പോലെ ആയാലേ എനിക്ക് സൗഖ്യം തരുമെന്നൊരു നിയമമില്ല. ഒരാൾക്കും വസ്ത്രത്തിൽ നിന്നുള്ള സൗഖ്യം യേശു കൊടുത്തിട്ടില്ല. പക്ഷെ ഈ സ്ത്രീ പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. അവൾ ആവർത്തിച്ചു പറഞ്ഞു, തന്നോട് പറഞ്ഞു, തൻ്റെ അയൽക്കാരോട് പറഞ്ഞു, തൻ്റെ വീട്ടിലുള്ളവരോട് പറഞ്ഞു, യേശുവിനെ കാണാൻ പോകുന്ന വഴി കണ്ടവരോട് പറഞ്ഞു, എൻ്റെ രോഗത്തിന് എനിക്ക് അവൻ്റെ അടുക്കലോ ശിഷ്യന്മാരുടെ ചെന്ന് നിൽക്കാൻ കഴിയില്ല. എന്നാൽ എനിക്ക് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊടുവാനായിട്ട് കഴിയും. ആ പറന്നു നിൽക്കുന്ന ആ മേൽവസ്ത്രത്തിൻ്റെ ഒരറ്റം അവൾ നോക്കി വെച്ചു. അവൾ വന്ന് തൊട്ടു. എനിക്കത് ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യമില്ല. വസ്ത്രം തൊട്ടു, അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, സ്വസ്ഥയായി. ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നുള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. യേശു അറിയാതെ പോലും സൗഖ്യം പോയെന്നോ? ഒരു രോഗമുള്ള പെൺകുട്ടിയെ സൗഖ്യമാക്കാൻ പോയ യേശുവിന് പിതാവിൽ നിന്നൊരു അരുളപ്പാട് ഈ സ്ത്രീയെക്കുറിച്ച് ലഭിച്ചിട്ടില്ല. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു മാറ്റമാണ്. യേശു അത് മനസ്സിൽ തിരിച്ചറിഞ്ഞില്ല. ഒരു സ്ത്രീ മുന്നിൽ വന്നിട്ടില്ല. തിക്കിത്തിരക്കുന്നതിനിടെ ശിശുമാർ ചോദിക്കുന്നുണ്ട്. എന്നെ മണ്ടൻ ചോദ്യമാണ് യേശു ചോദിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ തിക്കിത്തിരക്കുമ്പം വസ്ത്രത്തെ തൊട്ടതാരെന്ന് അവിടെ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 3 സുവിശേഷങ്ങളിൽ ഇതുണ്ട്. അതുകൊണ്ട് ആ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. തന്നെ തൊട്ടവളെ, ഫീമെയിൽ സെന്റൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തന്നെ തൊട്ടവളെ കാണാൻ ക്രിസ്തു തിരിഞ്ഞു നോക്കി. അവിടെ 32ാമത്തെ വാക്യത്തിലുണ്ട്. നിങ്ങൾ മുഴുവൻ പുരുഷന്മാരാ ചുറ്റും. വചനത്തിൽ നിങ്ങൾ ആഴത്തിൽ വായിക്കണം, ഗ്രഹിക്കാനായിട്ട് വായിക്കണം, അത്ഭുതങ്ങൾ കാണാൻ വായിക്കണം. മുഴുവൻ പുരുഷന്മാരാ ചുറ്റി നിൽക്കുന്നത് അല്ലേ? യേശുവിനെ കൊണ്ടുവന്ന പുരുഷന്മാരാ. നിങ്ങളൊന്ന് വായിച്ചേ 32ാമത്തെ വാക്യം. അവനോ അത് ചെയ്തവളെ കാണാൻ. ആമേൻ. ചെയ്തവനെയാണോ? അല്ല, ചെയ്തവളെ. സൗഖ്യം ഒരു സ്ത്രീക്കാ കിട്ടിയെന്ന് യേശുവിന് ബോധ്യമായി. ഓർത്ത് നോക്കി, സ്വർഗത്തിലെ പിതാവായ ദൈവം യേശുവിനോട് പറഞ്ഞില്ലേ ഈ സ്ത്രീയുടെ നിപ്പുണ്ടെന്ന്? ശിഷ്യന്മാർ പറഞ്ഞില്ല ഇങ്ങനെ ഒരുത്തി വഴി നിപ്പുണ്ടെന്ന്. പലപ്പോഴും ശിഷ്യന്മാരാ പറയുന്നത്, ശിഷ്യന്മാർ പറഞ്ഞില്ല. ഒരറിയിപ്പ് ഇവിടെ നടന്നിട്ടില്ല. ഒന്നേ നടന്നുള്ളൂ. ഈ സ്ത്രീയുടെ അധരം ചലിക്കുന്നത് ഹന്നയുടെ അധരം ചലിച്ചത് കണ്ട ദൈവം കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് നിവൃത്തിയില്ല കർത്താവേ, എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ല കർത്താവേ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഈ സ്ത്രീയുടെ നിലവിളി ഇന്നലെ ഹന്നയുടെ ചുണ്ടനങ്ങിയത് കണ്ട ദൈവം കണ്ടു. എനിക്ക് ഈ വസ്ത്രം വരെ പോകാനേ പറ്റുള്ളൂ. അവളത് മനസ്സിൽ വെച്ചോണ്ടിരുന്നില്ല. അവൾ പറഞ്ഞു, ഈ വസ്ത്രം തൊട്ടാൽ ഞാൻ സൗഖ്യമാവും, സൗഖ്യമാകണേ, ഈ വസ്ത്രം തൊട്ടാൽ ഞാൻ സൗഖ്യമാവും കർത്താവേ, അവിടെ വരെ എനിക്ക് വരാൻ പറ്റൂ. ഉയരത്തിലെ തമ്പുരാൻ കേട്ടു, മോന് ദൈവം, പുത്രനായ ദൈവം ഒരു കൊച്ചു ബാലികയെ സൗഖ്യമാക്കാൻ പോവുക. പക്ഷേ അപ്പൻ സ്വർഗത്തിൽ നിന്ന് തീരുമാനിച്ചു, അതെ, ആ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണം. പക്ഷെ ഇവളെ അവോയ്ഡ് ചെയ്ത് എങ്ങനെ പോവും? നിന്റെ വിശ്വാസം പോലെ മകളെ, നീ കൈനീട്ടി എൻ്റെ പുത്രൻ്റെ വസ്ത്രത്തിലൊന്ന് തൊടുക. അപ്പോഴാണ് അവൻ പോലും ഇതറിയാൻ പോകുന്നത്. പക്ഷെ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. കൈനീട്ടി ആ വസ്ത്രത്തെ തൊട്ടു. ക്ഷണത്തിൽ അവൾ സൗഖ്യമായി. സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചും കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വീണു. ഭയപ്പെട്ട് വിറച്ചും കൊണ്ടുവന്ന് സൗഖ്യം ലഭിച്ചവൾ വിറച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൾ പോലും പ്രതീക്ഷിക്കാത്ത സൗഖ്യം ദൈവം അവൾക്ക് കൊടുത്തു.
സൗഖ്യം ലഭിച്ചവൾ വിറച്ചും കൊണ്ട് യേശുവിന്റെ മുന്നിൽ വന്ന് വീണു. അവൾ പറഞ്ഞു, തൊട്ടാൽ സൗഖ്യമാ. ഒരു പ്രതീക്ഷയാ പ്രിയപ്പെട്ടവരെ. ആ പ്രതീക്ഷ നടപ്പാകുമ്പോൾ അവൾ വിറച്ചും കൊണ്ട് ഭയന്നും കൊണ്ട് വന്ന് മുന്നിൽ വീണു. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി. എന്നാൽ വലിയൊരു അത്ഭുതം അവിടെ നടന്നു. ഇത് ആർക്കു വേണ്ടി കരുതിയ സൗഖ്യമാ യേശുവിൽ നിന്ന് പുറപ്പെട്ടു പോയത്? ഹല്ലേലൂയ. ഒരു കൊച്ചുമോള് രോഗിയാണെന്ന് പറഞ്ഞ് പോയ സൗഖ്യമാണ്. ഈ കൊച്ചുമോളുടെ രോഗവും ഈ സ്ത്രീയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒരു രണ്ട് സ്ഥലത്തുള്ള ആൾക്കാർ, യാതൊരു ബാന്ധവുമില്ല. എന്നാൽ നിങ്ങളവിടെ വായിക്കണം, ഈ സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചു. ഈ സ്ത്രീ യേശുവിൻ്റെ മുന്നിൽ വെളിപ്പെട്ടു. യേശു സന്തോഷിച്ച് അവളെ പറഞ്ഞയക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി. കർത്താവ് കരുതിയ സൗഖ്യം വഴിയിൽ നിന്നൊരു രക്തസ്രാവക്കാരി ചോദിച്ചു മേടിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന മകള് മരിച്ചു. എന്നാ പ്രത്യേകത എന്നറിയാമോ? അവളുടെ പ്രായം എത്ര നിങ്ങൾക്കറിയാമോ? അവളുടെ പ്രായം 12 വയസ്സായിരുന്നു. ഈ രക്തസ്രാവത്തിൻ്റെ പ്രായം എത്രയായിരുന്നു നിങ്ങൾക്കറിയാമോ? ചുമ്മാ ആണോ വചനത്തിൽ എഴുതി വെക്കുന്നത്? 12 വയസ്സുള്ള ഒരു കുഞ്ഞിന്, മേ ബി ജനനം മുതൽ രോഗം ബാധിച്ച ഒരു കുഞ്ഞിൻ്റെ രോഗം മൂർച്ഛിച്ച് 12-ാം വയസ്സിൽ മരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആത്മീയ കണ്ണോടെ വായിക്കും. ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ നിമിഷത്തിൽ ആ സമയത്ത് തന്നെ രോഗം ബാധിച്ച ഒരു സ്ത്രീ. ഈ കുഞ്ഞ് വിഷമിച്ച് വളർന്നു വരുമ്പോൾ ഈ സ്ത്രീയും വിഷമിച്ച് നടക്കുകയാണ്. രണ്ടുപേർക്കും ആശ്രയിക്കാൻ യേശു മാത്രമേ ഉള്ളൂ. 12 വർഷമായി രോഗം ബാധിച്ച സ്ത്രീക്കും 12 വർഷമായി രോഗത്താൽ കുഴങ്ങുന്ന ഈ കുഞ്ഞിനും ആശ്രയിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. ആ യേശു വേണം രണ്ടുപേർക്കും സൗഖ്യം കൊടുക്കുവാൻ. ഹല്ലേലൂയ. ആവശ്യക്കാരത്തി വഴിയിൽ വന്ന് തൊങ്ങലെ തൊട്ട് സൗഖ്യം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ആ കുഞ്ഞ് മരിക്കുകയാണ്. യേശുവിനറിയാം, ഇനി എൻ്റെ ദൗത്യം രോഗിയെ സൗഖ്യമാക്കുന്നതല്ല. രോഗി സൗഖ്യം മേടിച്ചു കഴിഞ്ഞു, ഇനി അവളെ ഉയർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞു, ഇനി അങ്ങോട്ട് വരണ്ട, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ഇനി കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ വീട്ടിൽ ചേർന്ന് പറഞ്ഞു, കുഞ്ഞ് മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. എന്നിട്ട് ആ കുഞ്ഞിന്റെ കൈ പിടിച്ചു, ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവളെ എഴുന്നേൽപ്പിച്ചു. തലീഥാ ഖുമി എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നടന്നു. അവിടെ 42-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവൾക്ക് 12 വയസ്സായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവം മറ്റൊരാൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന സൗഖ്യമെടുത്ത് നിങ്ങൾക്ക് തരാൻ ശക്തനാ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ വഴിയരികിൽ നിന്ന് നിങ്ങൾ നിലവിളിക്കുന്നത് കൃപയുടെ ഒരു നിലവിളിയാണെങ്കിൽ, ആശ്രയം നഷ്ടപ്പെട്ടു പോയ, സകലതും ചിലവഴിഞ്ഞു പോയ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊന്നുമില്ല എന്ന് നീ പറയുന്നുവെങ്കിൽ, അവൻ കരുതി വെച്ചിരുന്നതിനെ എടുത്ത് നിനക്ക് തരാൻ എൻ്റെ കർത്താവിന് കഴിയും. ജീവിക്കുന്ന ദൈവമാണ്. കർത്താവിനാൽ കഴിയാത്തതൊന്നുമില്ല. ബലത്തിലുള്ള മനുഷ്യനെ പറയാമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ ബലത്തെക്കുറിച്ച് നിങ്ങളോട് പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലെ സൗഖ്യമൊക്കെ പ്രാപിച്ച് നമുക്ക് സന്തോഷിക്കാം, തിരിച്ച് കർത്താവിനെയും കൂടെ ഒന്ന് സന്തോഷിപ്പിക്കണം. എനിക്ക് ഈ രാത്രി പറയാനുള്ളത് അതാ. നിങ്ങൾക്ക് സൗഖ്യമായോ ഇല്ലയോ, നിങ്ങൾ ഈ വചനം കേട്ടിട്ട് നിങ്ങൾ പറയണം, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ കേട്ടു. അവൾ ഒരുങ്ങി തയ്യാറായി വന്ന് പറഞ്ഞ് അവൾ കഷ്ടപ്പെട്ട് അവളുടെ രോഗത്തോട് കൂടെ അവൾ വന്ന് വസ്ത്രത്തെ തൊട്ടു. വലിയൊരു എഫേർട്ടാണ്. ഇനി ഒരു എഫേർട്ടും എടുക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കാണിക്കുക. അവൻ ഒരു എഫേർട്ടും എടുത്തില്ല. ഈ സ്ത്രീ ഇത്രയും എല്ലാം നഷ്ടപ്പെടുത്തി ഭേദമാകാതെയാണ് അവൾ യേശുവിലേക്ക് വന്നത്. എന്നാൽ ഞാൻ ഒരു മനുഷ്യനെ കാണിച്ചു തരുന്നത് യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിലാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നത് മറക്കരുത്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അവരുടെ ഉള്ളിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ടെന്ന് മറക്കരുത്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം 9-ാം അധ്യായത്തിലേക്ക് വരാൻ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടരായ ഒരു മനുഷ്യനെ കണ്ടു. അവനും കണ്ടു, ശിഷ്യന്മാരും കണ്ടു, നടന്നു പോകുന്നവരൊക്കെ കണ്ടു. പക്ഷെ ശിഷ്യന്മാര് പതിവില്ലാത്തൊരു കാര്യം യേശുവിനോട് ചോദിച്ചു.
ഒത്തിരി രോഗികൾ ഇവരുടെ ചുറ്റിലും എപ്പോഴും ഉണ്ട്. പക്ഷെ ഈ മനുഷ്യനെ കുറിച്ച് മാത്രം ശിഷ്യന്മാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം. വലിയൊരു ചോദ്യമാണ്, ഈ കാലഘട്ടത്തിന്റെ ഒരു ചോദ്യമാണ്. ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം, ആ 12 വയസ്സുള്ള കുഞ്ഞു രോഗിയായി പിറന്നെന്ന് പറയുന്നത് പോലെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. നല്ലൊരു ചോദ്യമാണ്. ചേടാ, ജനനത്തിലെ രോഗമായിട്ട് വരുന്നത് എന്തുകൊണ്ട്? ഇവനാണോ ഇവന്റെ അമ്മയപ്പന്മാരാണോ പാപം ചെയ്തത്? രോഗത്തിന് കാരണം പാപാവസ്ഥയാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ഒരു ലോകമാണല്ലോ. യേശു അതിനൊരു നല്ല മറുപടി കൊടുത്തു. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നമ്മൾ ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. യേശു ഒരു നല്ല മറുപടി കൊടുത്തു. അമ്മയപ്പന്മാരോ ഇവനോ പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനത്ര. അപ്പൊ ഇവനെ ദൈവം നിർത്തിയേക്കുക. ഇവന്റെ പിറവിയിലെ കുരുടിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നോർത്തേ, നമുക്കുള്ള കുറവുകൾക്ക് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമുക്കുള്ള ബലഹീനതകൾക്ക് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇവനെ മാത്രം ചൂണ്ടിക്കാണിച്ചു തന്നത്? അതാണ് അവന്റെ വൈശിഷ്ട്യം. പ്രിയപ്പെട്ടവരെ, അവനോട് അയ്യോഭാവം തോന്നിയത് കൊണ്ട് ഇവനാണോ ഇവന്റെ അമ്മപ്പന്മാരാണോ കാരണമെന്ന് തോന്നിയത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം പൊളിച്ചു പറയാം. ശിഷ്യന്മാരുടെ ഉള്ളിൽ ഇവന് സൗഖ്യമുണ്ടാകണമെന്ന് താല്പര്യമുണ്ടായി. നമ്മൾ ഒന്ന് മാത്രം ചെയ്താൽ മതി. നമുക്ക് രോഗമാകട്ടെ, പ്രയാസമാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. നമ്മളോടൊരു അയ്യോഭാവം തോന്നണം, ഇവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നണം. ഇങ്ങനെ കുരുടനായി നല്ലൊരു ചെറുപ്പക്കാരൻ, നിങ്ങളുടെ വായിന്നത് വന്നു. നിങ്ങൾ അറിയണം, ഇവനിൽ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ പോകും. എന്താ പ്രവൃത്തി? എത്ര പേർക്ക് യേശു സൗഖ്യം കൊടുത്തു? അവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ ദൈവപ്രവൃത്തി വെളിപ്പെടാനാന്ന്. പിന്നെ ഈ കുരുടനെ കണ്ടപ്പോൾ മാത്രം എന്താ പറഞ്ഞത്? ഗോഡ്സ് വർക്ക് മേ ബി ഡിസ്പ്ലേഡ് ഇൻ ഹിസ് ലൈഫ്. ദൈവത്തിന്റെ പ്രവൃത്തി ഇവനിൽ വെളിപ്പെടേണ്ടതിനാണ് ഇവനെ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് യേശു പറഞ്ഞതൊന്ന് നോക്കിയേ നിങ്ങൾ. ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു, ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇത്രയും പറഞ്ഞിട്ട് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു എന്ന് പറഞ്ഞിട്ട്, ഹല്ലേലൂയ, വെളിച്ചം രാത്രിയിൽ എങ്ങനെ പ്രകാശിക്കണമെന്നൊരു മാതൃക ഈ കുരുടനിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളോർക്കും, ഒരു ചേറുരുട്ടി അവൻ്റെ കണ്ണേ തേച്ച് സൗഖ്യം വരുത്തിയതിൽ എന്താ അവൻ പറയുന്നത്? ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വരികൾക്കിടയിൽ ദൈവം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ വചനത്തിൽ വായിക്കുന്നത്, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു, അതുകൊണ്ട് ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് ഇരുളായ ലോകത്തെ അറിയിക്കുവാൻ എനിക്ക് ചില കുരുടന്മാരുടെ സൗഖ്യത്തെ വേണം. ഹല്ലേലൂയ. ഇവന്റെ കുരുട്ടുകണ്ണിനെ തുറക്കുന്നത് അവന് ലോകം കാണാനല്ല, പിന്നെ ലോകത്തിന് യേശുവിനെ കാണിച്ചു കൊടുക്കാനാ. ഹല്ലേലൂയ. നമ്മുടെ സൗഖ്യം നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാ. ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ സൗഖ്യം യേശുവിന്റെ നാമമഹത്വത്തിനാണ്. നിങ്ങൾ പ്രഖ്യാപിക്കുന്ന നിമിഷം നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടായി തുടങ്ങും. ധൈര്യത്തോടെ ഞാൻ പ്രസംഗിച്ചിട്ട് പോവുക. നമ്മളൊക്കെ സൗഖ്യത്തിന് കാത്തിരിക്കുന്നത് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാ. പക്ഷെ നിന്റെ സൗഖ്യം കർത്താവിന്റെ ബെനിഫിറ്റിന് കാരണമാകണം. അതെങ്ങനെയാണെന്ന് ഈ രാത്രി ഞാൻ പറഞ്ഞു തരാം. വളരെ വ്യക്തമായി നിങ്ങളുടെ ഹൃദയ പലകയിൽ എഴുതുന്നത് പോലെ ഞാൻ പറഞ്ഞു തരാം. എനിക്കതിന് ബുദ്ധിമുട്ടില്ല. ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കുക. അവൻ നിലത്തു തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. ഞാൻ ഇന്നലെ ഹന്നയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ലോകത്തിന്റെ അപമാനത്തെ അലക്ഷ്യമാക്കാതെ നിങ്ങൾക്ക് ദൈവത്തിന്റെ ബഹുമാനത്തിലേക്ക് വളരാൻ കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ അപമാനത്തെ അലക്ഷ്യമാക്കാതെ, അപ്പുറത്തെ അയൽക്കാരന്റെ വീട്ടിലിരിക്കുന്ന നമ്മളെ എതിർക്കുന്നവന്റെ ഒക്കെ വാക്ക് കേട്ട് ആത്മീയതയെ പുനർനിർണയിക്കാനാണെങ്കിൽ നീ സിയോനിൽ ചെന്ന് എത്തുകയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേർ അവന്റെ കണ്ണിൽ പൂശി. ഇതിന്റെ ഒന്നും ആവശ്യമില്ല കർത്താവ്.
ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ദാസന് സൗഖ്യം വരുമെന്ന് വചനത്തിൽ പറയുകയും ആ വാക്കിനാൽ തന്നെ സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്ന കർത്താവാണ്. പിന്നെന്തിനാ നിലത്ത് തുപ്പുന്നത്? പിന്നെന്തിനാ ചേറുണ്ടാക്കുന്നത്? പിന്നെന്തിനാ കണ്ണെ പൂശുന്നത്? നിങ്ങൾ ഓർക്കണം, ഇവന് കണ്ണ് കാണത്തില്ല, ചുറ്റും നിൽക്കുന്നവർക്കൊക്കെ കണ്ണ് കാണാം. നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടാൽ മതി. കർത്താവ് നിലത്ത് തുപ്പിയപ്പോഴേ എന്നാ പറഞ്ഞു കാണും അടുത്തുള്ളവർ? കൺട്രി മാൻ, ഗുരുവാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടെ കൊണ്ടുനടന്ന് നിൽക്കുന്ന സ്ഥലത്ത് തുപ്പിയേക്കുന്നു. ഒന്നാമത്തെ കാര്യം ആന്നേ. ചുറ്റുമുള്ളവർക്കൊക്കെ ഗുരു ഇങ്ങനെ തുപ്പാമോ? ഗുരു തുപ്പി, അതവിടെ കിടക്കട്ടെ. പിന്നെ കൊച്ചുപിള്ളേർ പോലും ചെയ്താൽ നമ്മൾ കൈക്ക് അടി കൊടുക്കും. എന്തുവാ? ആ തുപ്പൽ നിലത്തിട്ട് കുഴയ്ക്കുന്നു. നമ്മൾ എന്തോ പറയും? പറഞ്ഞ ഉള്ളിലെങ്കിലും പറയും ഇയാടെ പിരി പോയെന്നാ തോന്നുന്നു, ഗുരുവാന്നും വെച്ച് കൂടെ ഇറങ്ങിയതാ. ഇപ്പം വന്ന വഴിക്ക് ആളുകൾ നിൽക്കുന്നിടത്ത് തുപ്പുന്നു, ആ തുപ്പുന്നതിനകത്ത് കൈയിട്ട് കുഴയ്ക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ കൈക്കകത്ത് ഈ തുപ്പലെടുത്ത് എങ്ങോട്ടാ പോകുന്നേ? കുരുടൻ്റെ. അപ്പം നമ്മളെല്ലാം എന്നാ പറഞ്ഞാണ്? അയ്യേ തുപ്പിയില്ലല്ലോ, അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കും. എന്താ? ഇത് കണ്ണേ തേക്കാൻ പോകും. നമ്മൾ വിളിച്ചു പറയടാ, നിന്റെ കണ്ണേ തേക്കാൻ കൊണ്ടിരുന്നുണ്ട്, നീ അത് അമൃതാന്ന് വിചാരിക്കരുത്. ഈ മനുഷ്യന്റെ തുപ്പൽ കുഴച്ചോണ്ട് വരിക. എന്തെല്ലാം ചെവി വീണ് കാണും. നിങ്ങൾ വിചാരിക്കുന്നു എല്ലാവരും മിണ്ടാതിരിക്കുകയായിരുന്നു? തുപ്പലാണ് നിന്റെ കണ്ണിൽ. ഈ മനുഷ്യൻ നിലത്ത് തുപ്പി മനുഷ്യന്റെ എന്താ പറയുക, എല്ലാ ഉച്ഛിഷ്ടവും അണങ്ങിയ ഈ മണ്ണ് എടുത്ത് നിന്റെ കണ്ണിൽ പൂശുകയാണ്. എന്നിട്ട് യേശു ഒരു വാക്കേ പറഞ്ഞോളൂ. എൻ്റെ പുസ്തകത്തിൽ അത് ചുമന്ന അക്ഷരത്തിൽ എഴുതിയിട്ടിരിക്കുക. നീ ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക എന്നവനോട് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഒരിക്കലും അത് ഓർക്കാം. ഒത്തിരി വാക്കുകൾ ബൈബിളിൽ പറയുന്നതിനെല്ലാം ട്രാൻസ്ലേഷൻ ബൈബിളിൽ കൊടുത്തിട്ടില്ല. ഗ്രീക്ക് വാക്കുണ്ട്, ഹീബ്രു വാക്കുണ്ട്, അരാമിക് വാക്കുണ്ട്, എല്ലാത്തിനും അർത്ഥം കൊടുത്തിട്ടില്ല. എന്നാൽ ഇവിടെ ഞാനും നിങ്ങളും 2025 ഫെബ്രുവരി മാസം വായിക്കുമ്പോൾ പോലും അർത്ഥം ഗ്രഹിക്കാനായിട്ട് പറഞ്ഞു. ശിലോഹാം എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. എന്തിനാ അവിടെ അങ്ങനെ എഴുതി വെച്ചേ? ശിലോഹാം കുളത്തിൽ ചെന്ന് നീ കഴുകുക. ശിലോഹാം എന്ന കുളത്തിന്റെ അർത്ഥം അയക്കപ്പെട്ടവനാണ്. നീ ഇപ്പോൾ മുഴുവൻ അയക്കപ്പെട്ടവനാണ്. ഞാൻ നിന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പറയും അപ്പോസ്തലന്മാർ അയക്കപ്പെട്ടെന്ന്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ നമ്മൾ വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, കുരുടനായി ഇവൻ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? അപ്പോസ്തലനാകാന. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു സൗഖ്യത്തിനായി മനുഷ്യനെ അയക്കുമ്പോൾ പറഞ്ഞു, ശീലോഹാം കുളത്തിൽ പോയി കഴുകുക. അതിനകത്തൊരു മർമ്മമുണ്ട്. നിന്നെ ഞാനൊരു ദൗത്യത്തിനായി അയക്കുകയാണ്. നമ്മളാണെ ഓർക്കും ഇത് കഴുകി സൗഖ്യം പ്രാപിക്കുന്ന ദൗത്യമാണെന്ന്. പക്ഷെ ദൈവത്തിന് അവനിൽ ഒരു ദൗത്യം ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിൽ വലുതായ ഒരു ദൗത്യം യേശു ക്രിസ്തുവിന് ഈ കുരുടനായി കണ്ണിൽ ചേറ് പുരട്ടപ്പെട്ട് ശീലോഹാമിലേക്ക് അയക്കപ്പെട്ടവനായ ഈ മനുഷ്യനിൽ ഉണ്ടായിരുന്നു. അവൻ പോയി കഴുകി, എന്ത് പെട്ടെന്ന് എഴുതിയിരിക്കുന്ന വാക്യം, പോയി കഴുകി കണ്ണ് കാണുന്നവനായി 10 പേർ ശുദ്ധരായില്ലയോ? 9 പേർ എവിടെ? ഇവിടെയാ വചനം ചേർത്ത് വായിക്കണ്ടേ. അവൻ പോയി കഴുകിയ ചിങ്ങി വരാൻ കർത്താവ് പറഞ്ഞോ? ഇല്ല. പക്ഷെ വചനത്തിൽ നിങ്ങൾ നോക്കുക, സൗഖ്യമായവൻ മടങ്ങി വന്നു. കാരണം അവനൊരു വലിയ പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. അവൻ പോയി കഴുകി മടങ്ങി വന്നപ്പോഴോ യേശു എപ്പോഴേ അവിടെ വിട്ടുപോയി. ഇവന് കണ്ണ് കാണത്തില്ല. യേശു എങ്ങനെയുള്ളവനെന്ന് അവൻ കണ്ടില്ല. അവൻ്റെ ചെവിയിൽ വീണത് മാത്രമേ ഉള്ളൂ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അവൻ സൗഖ്യമായി മടങ്ങി വന്നത് യേശുവിന് തന്നെ കാണിക്കാനാണ്. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ കാണിച്ചു തരുന്നില്ല, നീ എന്നെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ സൗഖ്യം എന്തിനാണ്? നീ എന്നെ കാണാനാ വന്നത്. നീ എന്നെ കാണുന്നതിന് മുമ്പ് ലോകത്തിന് എന്നെ കാണിച്ചു കൊടുക്കുക. വല്ലോ യേശുവിനെ കുറിച്ച് ഈ മനുഷ്യൻ അറിയാവോ? പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വലുതായിട്ടൊന്നും യേശുവിനെ കുറിച്ചിട്ട് അറിയത്തില്ല. യേശു ലോകരക്ഷിതാവാണെന്നും യേശു ദൈവത്തിന്റെ പുത്രനാണെന്നും അവന്റെ അടുക്കൽ ചെല്ലുന്നവനെ എല്ലാം ലോകാവസാനത്തോളം അവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് സൗഖ്യമാകുമെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞ വാക്യങ്ങളൊക്കെ എടുത്ത് അമ്മാനമാടാൻ അറിയത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അറിവുള്ള ഒരു യേശു ഉണ്ട്. ആ യേശുവിനെ നിങ്ങൾ കൊടുക്കാറുണ്ടോ? ഹല്ലേലൂയ. അയ്യോ, അച്ഛനല്ലേ പ്രസംഗിക്കുന്നേ, അച്ഛനല്ലേ കുപ്പായിട്ടിരിക്കുന്നത്, അച്ഛൻ വേണോ യേശുവിനെ കൊടുക്കാൻ? ഞങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം. നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് അയക്കപ്പെട്ടവരായിട്ടാ.
നിങ്ങൾക്ക് അറിവുള്ളത് മാത്രം വിളിച്ചു പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അറിവുള്ളത് വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ അറിവിനെ പല മടങ്ങാക്കാൻ ഉയരത്തിലെ തമ്പുരാന് കഴിയും. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, വെറും മുക്കുവരായവരെങ്ങനെയാണ് ഇങ്ങനെ ദൈവവചനം പറഞ്ഞത്? ഹല്ലേലൂയ. പത്രോസ് എങ്ങനെയാണ് സഭയുടെ പാറയായി തീർന്നത്? എന്ത് വിദ്യാഭ്യാസത്തില, എന്ത് കഴിവില്ല, തിയോളജി, ദൈവശാസ്ത്രത്തെ ഇന്നും മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിൽ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മുക്കുവന്മാർക്ക് എങ്ങനെ അത് കൊടുത്തു? അത് കൊടുക്കുന്ന ദൈവം ഇന്നും എനിക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി ജീവിക്കുന്നുണ്ട്. അവൻ ഔദാര്യമായി കൊടുക്കുന്ന ദൈവം. പക്ഷെ നിനക്ക് തന്നത് നീ ഉപയോഗിക്കണം. താലന്ത് കൊടുത്തതിൽ ഒന്ന് കെട്ടിയവൻ അത് കുഴിച്ചിട്ടു. കൂടുതൽ ലഭിച്ചവൻ കൂടുതൽ ഉപയോഗിച്ചു. അവൻ ദൈവത്തിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു, അവന് ലഭിച്ചു. നിനക്ക് കിട്ടിയ ഒന്ന് എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ പറയുന്നു, ഈ കുരുടൻ ഒന്നേ കിട്ടിയിട്ടുള്ളൂ. എന്താ കിട്ടിയെന്നറിയാമോ? യേശു എന്ന് പേരാന്ന് മനസ്സിലായി. ആ മനുഷ്യൻ കണ്ണിനകത്ത് അവന്റെ തുപ്പലും ചേറും കൂടെ തേച്ചു, ഞാൻ ശിലോഹാമിൽ പോയി കഴുകി സൗഖ്യമായി. ഇതല്ലാതെ ഒരു വള്ളിയും പുള്ളിയും ഈ മനുഷ്യൻ അറിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുക, ബലം ധരിക്കുന്നത് എങ്ങനെയാണ്? തിരിച്ചവൻ വന്നപ്പോൾ യേശു അവിടെ ഇല്ല. എന്താ വായിക്കാം? അയൽക്കാരും അവനെ മുൻപേ ഇരക്കുന്നവരായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചവൻ എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിനൊരു ദൗത്യമുണ്ട്, സത്യത്തിൽ ജീവിക്കുക. ഇവൻ തിരിച്ചു വന്നപ്പോൾ പിറവിയിൽ കുരുടനായിരുന്നവനാ. അവൻ കണ്ണു തുറന്ന് നടക്കുന്നത് കണ്ടപ്പോൾ അവിടെ അവൻ തന്നെ എന്ന് ചിലരും അവനെ പോലെയുള്ള ഉള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ദൗത്യം, സത്യത്തിൻ്റെ മറവിൽ ഒരു സംശയത്തെ കാണുന്നെങ്കിൽ സത്യത്തെ വിളിച്ചു പറയുക. നിന്റെ മുന്നിൽ നിൽക്കുന്നവൻ വലിയവനാണെന്ന് ഓർത്തുകൊണ്ടോ, നിനക്ക് പ്രയോജനമുള്ളവനാണെന്ന് ഓർത്തുകൊണ്ടോ സത്യത്തെ നീ തള്ളിക്കളയരുത്. ചിലർ പറഞ്ഞു ഇവൻ തന്നെയാണ് അവൻ, ചിലർ പറഞ്ഞു അവനല്ല ഇവൻ. ഈ മനുഷ്യൻ നടുക്കോട്ട് നീങ്ങി നിന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ എന്നവൻ പറഞ്ഞു. ഞാൻ തന്നെ എന്നവൻ പറഞ്ഞു. ഒന്നാമത്തെ പ്രവൃത്തി അതാ. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളാണെന്ന് സമ്മതിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഇല്ലാത്തതാണെന്ന് ഭാവിക്കരുത്. ഇന്ന് അനേക കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളും ഒക്കെ പുറത്തിറങ്ങി പോകുമ്പം നമ്മൾ ആരാന്ന് പറയാൻ നമുക്ക് മടിയാ. നിങ്ങൾ ആരാണെന്ന് സമ്മതിക്കണം പ്രിയപ്പെട്ടവരെ. അവൻ പറഞ്ഞു, ആ ഇരുന്നവൻ ഞാൻ തന്നെയാ. അവന് അവിടെ അറിയാവുന്ന അത്രേ ഉള്ളൂ, ഒന്നും കൂടുതൽ പറഞ്ഞില്ല. ഞാൻ തന്നെ. കൺഫ്യൂഷൻ വേണ്ട, തർക്കം വേണ്ട. തർക്കത്തിൽ രസിക്കാൻ അവൻ നിന്നില്ല. അവന്മാരങ്ങനെ കിടന്ന് കുറച്ച് അടിക്കട്ടെ എന്ന് വെച്ചില്ല. അവൻ കയറി ചെന്ന് പറഞ്ഞു, എന്നെ ചൊല്ലിയാണ് നിങ്ങളുടെ തർക്കം. സംശയിക്കേണ്ട, പിറവിയിൽ കുരുടനായവനാണ് ഈ നിൽക്കുന്നത്. മുന്നോട്ട് പോവുകയാണ്. നിന്റെ കണ്ണു തുറന്നത് എങ്ങനെയെന്ന് അവർ ചോദിച്ചു. എന്താ അവൻ പറഞ്ഞ മറുപടി? 11-ാം വാക്യം ഒന്നിച്ചു വായിക്കേ. ഞാൻ നിങ്ങളോട് ഇന്ന് പ്രസംഗിക്കാമെന്ന് പറഞ്ഞ മർമ്മത്തിൽ ചെന്നേ ഞാൻ നിൽക്കത്തുള്ളൂ. 11-ാമത്തെ വാക്യം, യേശു എന്ന് പേരുള്ള മനുഷ്യൻ. ശ്രദ്ധിക്കണം, പ്രയോഗം ശ്രദ്ധിക്കണം. യേശു എന്ന് പേരുള്ള മനുഷ്യൻ. സത്യത്തിൽ ഇതിനപ്പുറം ഇപ്പുറം അവൻ അറിയത്തില്ല. എല്ലാവരും യേശു യേശു എന്ന് പറയുന്നുണ്ട്. യേശു ക്രിസ്തു എന്ന് പോലും ഒന്നും ആരും പറയുന്നില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നസറേനായ യേശു, ഗലീലയിൽ നടക്കുന്ന യേശു, മറിയയുടെ പുത്രനായ യേശു, യോസഫിന്റെ പുത്രനായ യേശു. അങ്ങനെ യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശിലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. എന്നെങ്കിലും അതിനകത്ത് ബൂസ്റ്റ് ചെയ്യാൻ കയറ്റിയോ? തള്ളുവല്ലോ ഉണ്ടോ അതിനകത്ത്? ഇന്ന് പിള്ളേരുടെ ഭാഷയെ പറയണമല്ലോ. അവൻ പറഞ്ഞതിനകത്ത് സൗഖ്യം കിട്ടിയതല്ലേ, ഇച്ചിരി തള്ളായിരുന്നു അല്ലേ? ഇന്ന് തള്ളില്ലാത്ത ജീവിതമില്ല. ഫേസ്ബുക്കിൽ കൂടെ തള്ളും, വാട്സപ്പിൽ കൂടെ തള്ളും, മുന്നിൽ കിട്ടുന്നവൻ്റെ മുന്നിൽ തള്ളും. അതനുസരിച്ചൊന്നും നമ്മളില്ല, പിന്നെ വെറുതെ തള്ളുക. ഇവിടെ വചനം പറയുന്നു, അവൻ പറയേണ്ടതുപോലെ കൃത്യമായി പറഞ്ഞു. ഏത് കുളത്തിലാണ് കഴിയത്, ആരാണ് അയച്ചത്, എങ്ങനെയാണ് സൗഖ്യം കിട്ടിയത്. അപ്പോൾ അവരൊരു ചോദ്യം ചോദിച്ചു, അവനെവിടെ? പറഞ്ഞു, ഞാൻ തിരിച്ചിവിടോട്ട് തന്നെ വന്നു, ഞാൻ ഇരുന്നിടത്തോട്ട് വന്നു, ഇവിടെ വെച്ചാൽ സൗഖ്യം കിട്ടിയേ. വന്നപ്പോൾ അവനെ കാണുന്നില്ലാത്തതിൽ എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല. അവനിലൂടെ ദൈവം പ്രവർത്തിച്ചു, എനിക്ക് സൗഖ്യം തന്നു. ഞാൻ കാണാനായിട്ട് വന്നു. അവൻ എന്നെ സൗഖ്യമാക്കിയ സ്ഥലത്ത് ഞാൻ നിൽപ്പുണ്ട്. പക്ഷെ എന്തോ ഇപ്പോൾ അവനെ കാണുന്നില്ല. എനിക്കത് പ്രയാസമൊന്നും ഉണ്ടാക്കുന്നില്ല. എന്നെ സൗഖ്യമാക്കിയവനെ ഞാൻ കണ്ടില്ല എന്നുള്ളത് എനിക്കൊരു ദുഃഖമല്ല. എന്താ ദുഃഖമല്ലാത്തത്? എന്നെ സൗഖ്യമാക്കിയ ഇടത്തേക്ക് ഞാൻ മടങ്ങി വന്നു. നീ ആ വഴി അങ്ങ് പോകരുത്. ആ 9 കുഷ്ഠരോഗികൾ പോയതുപോലെ
നിന്നെ സൗഖ്യമാക്കിയ സ്ഥലത്തേക്ക് മടങ്ങി വരുന്നത് മാത്രമേ ഉള്ളൂ നിന്റെ ദൗത്യം. തൂണിലും തുരുമ്പിലുമുള്ള ദൈവം നിന്നെ കാണുന്നവനാണ്. അവൻ പോയെന്ന് പറഞ്ഞാലും പോകുന്നില്ല, അവനെ നീ കാണുന്നില്ലെന്ന് പറഞ്ഞാലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ കുരുടൻ യേശുവിനെ കാണുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യേശു കുരുടനെ കാണുന്നുണ്ടോ? കുരുടനായിരുന്നവനെ, കുരുടനെ അല്ല, കുരുടനായിരുന്നവനെ ഇപ്പോൾ അവന് കാണാൻ പറ്റുന്നില്ല. അവൻ ഇത്രയും പറഞ്ഞു, യേശു എന്ന് പേരുള്ള മനുഷ്യൻ. എന്നിട്ട് അവൻ എന്നെ സൗഖ്യമാക്കട്ടെ, എന്നെ സൗഖ്യമാക്കാൻ മാത്രം വന്നതായി ടൗണിലേക്ക് പ്ലെയിൻ പിടിച്ച് വന്നതാ. എന്നിട്ട് ഇവിടുന്ന് ചിലപ്പം ഫ്രാൻസിന് പോയി കാണും. ഒരു തള്ളുമില്ല. അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അതേ ഉള്ളൂ സത്യം. എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ ചെയ്തു? ആളുകൾക്ക് സോക്കേട് തീരുവോ? നമ്മുടെ ആളുകൾ അങ്ങനെ. എന്നേലും ഒരു സാധനം കൈ കിട്ടിയാൽ അല്ലേ, നമ്മുടെ ആ സമാധി വെച്ചുകൊണ്ടുള്ള ഒരു പണിയെ ഇപ്പോഴും നമ്മൾ മറന്നിട്ടില്ല. എന്തെല്ലാം പുകിലായിരുന്നു അല്ലേ. പുലി പോലെ വന്നത് എലി പോലെ പോയെന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ സോക്കേട് പോയ. അവനവൻ്റെ കാര്യം ഒന്നും ഒരു വിഷയമല്ല. അവനവൻ്റെ വീട് ശരിയായി ഇടത്തില്ല, വീടിന് ചുറ്റുപാടും ഒന്നും ചെയ്യത്തില്ല, കയ്യനങ്ങി ഒരു കാര്യം ചെയ്യത്തില്ല, വല്ലോൻ്റെയും കാര്യത്തിലോട്ട് ഇങ്ങനെ കുമിഞ്ഞു കിടക്കും. കുരുടനായവൻ സൗഖ്യമായി, സ്തോത്രം പറഞ്ഞ് വീട്ടിൽ പോയാൽ പോരെ. അവനെ പിടിച്ചോണ്ട് പരീശന്മാർ അടുക്ക പോയി. എന്തിനാ? ഇവനെ എങ്ങനെയും തല്ലു പൊളിക്കണം. പരീശന്മാരുടെ അടുക്കൽ പോയി. യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്നത് ശബത്ത് നാളിലായിരുന്നു. അമ്പട മനമേ. ഇപ്പൊ പരീശന്മാർക്ക് ഒരു ഗോള് കിട്ടി. ശബത്തിൽ സൗഖ്യമായത് കൊണ്ട് അവർക്ക് ഇച്ചിരി പണിയുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു, ശബത്തിലല്ലേ സൗഖ്യമാക്കിയത്? പണ്ട് ഒരുത്തനെ ശബത്തിൽ സൗഖ്യമാക്കിയത്. എനിക്ക് ആ കഥ പറയാൻ പോയ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കിടക്കുന്നത്. ഒരുത്തനെ ശബത്തിൽ സൗഖ്യമാക്കി. യേശു പോയേച്ച് ഇവന്റെ മനസ്സറിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ സൗഖ്യമാക്കി, പക്ഷേ നിന്റെ മനസ്സിലൂടെ പോകുന്നത് എനിക്കറിയാം. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ പാപം ചെയ്തു. എന്നറിയോ? യേശുവിനെ കാണിച്ചു കൊടുത്ത് അടിമേടിപ്പിക്കാൻ ഇവൻ നടന്നുകൊണ്ടിരുന്നത്. നിങ്ങളെ വചനം പോയി വായിക്കണം. അവൻ യേശുവിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് പരീശന്മാർ പറഞ്ഞു, ശബത്തിൽ സൗഖ്യമാക്കിയവനെ കിട്ടി, പോയി തല്ലിക്കോളാൻ പറഞ്ഞു. അവർ പോയി യേശുവിനെ ഉപദ്രവിച്ചു എന്ന് they harassed Jesus എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. കണ്ടോ? ശബത്തിൽ സൗഖ്യമാക്കിയ ഒരുത്തൻ യേശുവിന് പണിയാ കൊടുത്തേ. എന്നാൽ ഇവനും ശബത്തിൽ സൗഖ്യമാക്കപ്പെട്ടവനാ. ഇവൻ എന്ത് പണിയാ കൊടുക്കുന്നത് നിങ്ങൾ നോക്കണം. അവർ പരീശന്മാർക്കിട്ട് പണി കൊടുത്തവൻ. ഹല്ലേലൂയ. പരീശന്മാര് അവനെ വിളിച്ചിട്ട് ചോദിച്ചു, ശബത്തിലാണ് സൗഖ്യമാക്കിയത്, അതുകൊണ്ട് കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു. അവൻ പരീശൻ നിർത്ത് ഇത് ഞങ്ങളും കേട്ടതാ, യേശു എന്ന് പേരുള്ള മനുഷ്യൻ. നിന്നെ ഞങ്ങൾക്ക് ഇച്ചിരി തിയോളജി പറഞ്ഞുതരാം, നീ അവിടെ നിന്ന് ഇരിക്കേ, ഞങ്ങൾ പറഞ്ഞുതരാം. നിന്റെ കണ്ണ് സൗഖ്യമായി, നല്ല കാര്യം കേട്ടോ, കണ്ണൊക്കെ തുറന്നു, വലിയ കാര്യം. പക്ഷെ അത് അത്ര നല്ല കാര്യമല്ല. അതിന് എൻ്റെ കണ്ണ് തുറന്നു അത്ര നല്ല കാര്യമല്ലേ? അല്ലേ, എൻ്റെ പ്രശ്നം എന്നാണെന്നറിയോ? ശബത്തിലാണ് ഇത് തുറന്നത്. അത് നമുക്ക് ചേർന്ന പണിയല്ല. ജനനം മുതൽ കുരുടനാ. കൊടുക്കാൻ ഈ പരീശന്മാരുടെ ഒന്നുമില്ല. വഴിയരികെ കണ്ണു കാണാൻ നിൽക്കുക. സൗഖ്യമായത് ശബത്തിലായതുകൊണ്ട് നിന്നെ സൗഖ്യമാക്കിയവൻ അടി കൊള്ളേണ്ടവനാ. ഹല്ലേലൂയ. സൗഖ്യമാക്കിയത് ശബത്തിലാണ്. ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായിക കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. ഒരു കൂട്ടർ പറഞ്ഞു യേശു ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല. മറ്റൊരു കൂട്ടത്തിൽ പറഞ്ഞു അവൻ പാപിയായ മനുഷ്യനാണ്. ഒരു ഡോസ് കൂടെ കൂട്ടി. ഒരു കൂട്ടർ പറഞ്ഞു ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല. മറ്റേ കൂട്ടർ പറയാ പാപിയായ മനുഷ്യനാ. ഓർക്കണേ, പിറവിയിൽ കണ്ണ് കാണാത്തവന്റെ കണ്ണ് തുറന്നവനെ കുറിച്ചാണ് അന്നത്തെ മതനേതാക്കൾ പറയുന്നത് പാപിയായ മനുഷ്യനാണെന്ന്. പിറവിയിൽ കുരുടനായിരുന്നവന്റെ കണ്ണ് തുറന്നവനെ കുറിച്ചാണ് പറയുന്നത് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെന്ന്. കൂടാം ഈ കുരുടന്. അതാ എളുപ്പം. ഞാൻ എപ്പോഴും പറയുക, ഈ ഭൂമിയിൽ ചിലരുടെ കൂടെ കൂടുന്നതാ എളുപ്പം. പക്ഷെ കൂടാതെ നിന്നാൽ ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ചില കൂട്ടുകെട്ടൊക്കെ ലാഭമാണെന്ന് നമുക്ക് തോന്നും. ചിലരോട് ചേർന്ന് നിന്നാൽ വളരാമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവനെ നിഷ്പ്രഭനാക്കുന്ന സൂര്യനായ തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഓർക്കണം. ദാവീദിന്റെ വേരും ശുഭ്രനക്ഷത്രവുമായവനാണ് എന്റെയും നിങ്ങളുടെയും ദൈവം. ഈ ലോകത്തിൽ ഒരുത്തനെയും നീ കൂസണ്ട. നീ കർത്താവിനുള്ളവനായിരുന്നാൽ മാത്രം മതി. ദൈവത്തിന്റെ വചനം പറയുന്നത് എങ്ങനെയെന്നറിയോ? ഇവര് രണ്ട് കാര്യം പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് വന്നവനല്ല, അവൻ പാപിയാണ്. എങ്ങനെ? അപ്പോൾ അവൻ മറ്റു ചിലർ പാപിയായ മനുഷ്യൻ എങ്ങനെ അടയാളങ്ങൾ ചെയ്യാൻ കഴിയും? അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. കുരുടൻ ഇങ്ങനെ താടിക്കും കൈയോട് നിൽക്കുക, തമ്മിൽ അടിക്കുക. ആരെ പ്രതിയാ? മുമ്പേ ഒരു അടി കഴിഞ്ഞതേ ഉള്ളൂ. എന്തിനാ?
ഈ കുരുടനാണോ സൗഖ്യമായതിനുള്ളതിന് സ്ട്രീറ്റിലൊരു അടി ഉണ്ടായിരുന്നു. ഇപ്പൊ വിവരമുള്ളവരുടെ അടുക്ക വന്നപ്പോൾ ഒരിഞ്ഞ അടി, അരപ്രതി അടി, സൗഖ്യമായവനെ പ്രതിയും സൗഖ്യമാക്കിയവനെ പ്രതിയും. ഇവർക്കെങ്ങാണ്ട് ഇതിനകത്ത് വല്ല പങ്കുണ്ടോ? പക്ഷെ അടിക്കുന്നത് ആരാ? നിങ്ങൾ ഓർത്തോണം, കർത്താവ് നിങ്ങളുടെയാ, നിങ്ങൾ കർത്താവിൻ്റെയാ. ഇതിനപ്പുറത്തുള്ളതിനൊന്നും വലിയ വില കൊടുക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൻ്റെതും കർത്താവ് നിങ്ങളുടേതുമാണ്. അതിനിടയിൽ കയറാൻ ഒരുത്തനും കഴിയല, ഒരുത്തനെയും കയറ്റരുത്. ആമേൻ. എന്തോ ചെയ്തു? അവനിങ്ങനെ താടിക്കും കൈ കൊടുത്തിരുന്ന് കുറെ കേട്ടു. അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണ് തുറന്നത് കൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു? എന്തൊരു ചോദ്യമാണ്! നീ അവൻ പാപിയാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി, കണ്ണൊക്കെ തുറന്നിരുന്നോട്ടെ. അവൻ കൊള്ളരുതാത്ത വൃത്തികെട്ടവനെന്ന് നിന്റെ വാ കൊണ്ടൊന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പ്രാപിച്ചത് ഞാനാ, നീയല്ല. അല്ലേ? പ്രാപിച്ചത് ഞാനാ, അനുഭവിച്ചത് ഞാനാ. ഇന്ന് വരെ ഞാൻ അവനെ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ ചെവി കേട്ടു യേശു എന്ന് പേരുള്ള മനുഷ്യൻ. അവൻ നിലത്ത് തുപ്പിയെന്ന് ഞാൻ കേട്ടു, ചേറ് കൊഴിച്ചെന്ന് ഞാൻ കേട്ടു, എൻ്റെ കണ്ണി പുരട്ടിയെന്ന് ഞാൻ കേട്ടു, ശിലോഹം കൊളുത്തി പോയി കഴുകാൻ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ച് തിരിച്ചു വന്നു. ഇതിനകത്ത് വെള്ളം തീർക്കാനാ നീ പറയുന്നത്? എനിക്ക് സൗഖ്യം തന്നവനെ തള്ളിക്കളയാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സില്ല. മുമ്പ് എന്നാ പറഞ്ഞത്? യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, അത്രേ അറിയത്തുള്ളൂ. ഇപ്പൊ ഇവരിങ്ങനെ ഭിന്നിക്കുന്നത് കണ്ടപ്പം ഈ മനുഷ്യന്റെ ധൈര്യം കൂടി, മേൽക്കുമേൽ ബലം പ്രാപിച്ചു. ഹല്ലേലൂയ. മുമ്പലത്തെ ബലമല്ല ഇപ്പോഴത്തെ ബലം. സങ്കീർത്തനത്തിൽ നിന്ന് പ്രസംഗിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? മേൽക്കുമേൽ ബലം പ്രാപിച്ചു. അവന്റെ ബലം കൂടി. അവൻ എന്താ പറഞ്ഞത്? അവൻ അവരോട് പറഞ്ഞു, അവനൊരു പ്രവാചകൻ എന്ന് പറഞ്ഞു. ആണ്ട് കിടക്കുന്നു. മുമ്പേ യേശു എന്ന് പേരുള്ള മനുഷ്യനെന്ന് പറഞ്ഞേ ഉള്ളൂ. അതും കേട്ടേച്ച് വീട്ടിൽ പോയാൽ മതിയായിരുന്നു പരീശന്മാര്. ഇപ്പൊ വെട്ടിലായി. ഇപ്പൊ യേശുവിനെ പാപി എന്ന് പറയാൻ പറഞ്ഞപ്പം ഈ കുരുടനായിരുന്നവൻ മാത്രം പറയാം അവൻ പ്രവാചകനാണ്. അല്ല പിന്നെ അങ്ങനെ എനിക്ക് സൗഖ്യം കിട്ടുന്നേ? നിങ്ങൾ ഈ തർക്കിക്കുന്നത് കൊണ്ട് ഞാൻ വിധി പറയാം. നിങ്ങളാ തർക്കിച്ചത്, ഞാനല്ല. നിങ്ങളുടെ തർക്കത്തിന് മറുപടി എൻ്റെ കയ്യിലുണ്ട്. എന്നെ സൗഖ്യമാക്കിയവൻ വെറും യേശു അല്ല, പ്രവാചകനാ. ഹല്ലേലൂയ. വളർന്നോ? ആത്മീയമായിട്ട് വളർന്നോ? നിങ്ങൾക്ക് കിട്ടിയ സൗഖ്യം കൊണ്ട് എത്ര വളർന്നു? എന്നെ ദൈവം തൊട്ടു, സൗഖ്യമാക്കി, മെഴുകുതിരി കത്തിച്ചു. എത്ര വളർന്നു? ഞെരുക്കി അവനെ അടുത്ത പണിയിലേക്ക്. പരീശന്മാർക്ക് നല്ല പണി അറിയാം. അതുകൊണ്ട് ഇവനെ കൊടുക്കാനുള്ള അടുത്ത കാര്യത്തിലേക്ക് അവർ പ്രവേശിച്ചു. അവർ പറഞ്ഞു, ഇവനോട് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മുന്നോട്ട് പോകുന്തോറും അബദ്ധമാ, ഇവൻ്റെ അപ്പനെയും അമ്മയും വിളിക്കാൻ പറഞ്ഞു. ഇവിടെ ദൈവം വലുതാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവരുമായി കലഹം നിശ്ചയം. മനസ്സിലാക്കിക്കോണം വചനം. നിങ്ങളുടെ ഭവനത്തെ ഭിന്നിപ്പിക്കുമെന്ന് പറഞ്ഞത് കർത്താവാ. ആ ഭവനത്തിന്റെ ഭിന്നത കാണിച്ചു തരാൻ ഞാൻ. അമ്മയപ്പന്മാര്, പിറവിയിൽ കുരുടനായ മകനാ, അവന് സൗഖ്യമായിട്ട് ഇവർക്ക് പിടികിട്ടി. പരീശന്മാരുടെ ലക്ഷ്യം ശബത്തിൽ സൗഖ്യമാക്കി യേശുവിനെ ഉപദ്രവിക്കുകയാണ്. യേശുവാണ് സൗഖ്യമെന്ന് ഇവരുടെ വായിൽ നിന്ന് കേട്ടിട്ട് പള്ളിയിലെ മാസവരി വെട്ടാനാണെന്ന് അവർക്ക് പിടികിട്ടി. അമ്മയപ്പന്മാർക്കല്ലേ പള്ളിയിലെ മാസവരി കിടക്കുന്ന പേര്. അപ്പൊ ഇത് വെട്ടാനുള്ള പരിപാടിയാന്ന് പിടികിട്ടി. അതുകൊണ്ട് അമ്മയപ്പന്മാർ വന്നിട്ട് പറഞ്ഞു, വിളിപ്പിച്ചു. അവർ പ്ലാൻ ചെയ്താൽ വന്നേ, എടി പെണ്ണെ, എടി കൊച്ചെ, നീ കയറി അബദ്ധമൊന്നും പറഞ്ഞേക്കല്ലേ. ഇവന്മാർ നമ്മളെ ട്രാപ്പിലാക്കാൻ. നമ്മുടെ കൊച്ചിന് സൗഖ്യം കിട്ടി, സ്വോത്രം. പക്ഷേ കൊച്ചിന് സൗഖ്യം കിട്ടിയെന്നും പറഞ്ഞ് നമ്മുടെ പള്ളിയിലെ മെമ്പർഷിപ്പ് ഒന്നും കളയാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് പരീശന്മാർ അടുക്ക ചെല്ലുമ്പോൾ ഒരു ക്ലിക്ക് നമ്മളങ്ങ് ഉപയോഗിച്ചോണം കേട്ടോ. ഏതായാലും നമ്മുടെ കൊച്ചിന് സൗഖ്യം കിട്ടി, നമ്മൾ പറഞ്ഞിട്ടല്ല സൗഖ്യം കിട്ടിയത്, അവന് എങ്ങനെയോ ഗുരുത്വവശാൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവന് സൗഖ്യം കിട്ടിയത് കൊണ്ട് നമ്മുടെ പള്ളിയിലെ മെമ്പർഷിപ്പ് പോകല്ലേ. അതുകൊണ്ട് അമ്മയപ്പന്മാർ അവിടെ വന്നു. എന്താ അവിടെ വന്നിട്ട് അവരോട് ചോദിച്ചു, ഇവൻ എങ്ങനെയാ കാഴ്ച കിട്ടി? അമ്മയപ്പന്മാർ കള്ളം പറയാൻ തരില്ല. അവർ പറഞ്ഞു, ഇവൻ കുരുടനായിരുന്നു, ഞങ്ങൾക്കറിയാം, അതിന് മാറ്റി പറയാൻ പറ്റത്തില്ല, കുരുടനായിരുന്നു. പക്ഷെ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയാന്ന് ഞങ്ങൾക്കറിയാൻ മേല. ആ എന്ത് സുന്ദരം! അവൻ്റെ അപ്പനും അമ്മേ കുരുടനായിരുന്നു. വചനം നോക്കണം. കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് അറിയത്തില്ല. ഞാനിത് പ്രസംഗിക്കുമ്പോഴേ വചനം എനിക്ക് സാധുത്വം നൽകുന്നെങ്കിലേ പ്രസംഗിക്കത്തുള്ളൂ. ഞാൻ വെറുതെ പൊടിപ്പും തൊങ്ങലും വെച്ച് കിഴവിക്കഥയെ അങ്ങോട്ട് തള്ളിത്തരുന്ന ആളല്ല. വചനം എനിക്ക് സ്ഥിരത നൽകുന്നെങ്കിലേ ഞാൻ പ്രസംഗിക്കത്തുള്ളൂ. ഇവിടെ വചനത്തിൽ അവർ പറഞ്ഞു, അവൻ എങ്ങനെ കാഴ്ച പ്രാപിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നിട്ട് അടുത്ത വാക്ക് പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ മകൻ കുരുടനായി ജനിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. കണ്ണ് കാണുന്നത് പിന്നെ പറയുക, കുരുടനായിരുന്നു, ഓക്കെ, കുരുടനാ. പക്ഷെ കണ്ണ് തുറന്നല്ലേ? തുറന്നായിരിക്കും. തുറന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ
തുറന്നിട്ടുണ്ട്, ഞങ്ങളും കണ്ടു. പക്ഷെ തുറന്നത് ആരാന്നും ഞങ്ങൾക്കറിയാമല്ലോ. അടുത്ത താഴോട്ട് നോക്കണം. അടുത്ത വാക്ക്, അവനോട് ചോദിപ്പീൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും എന്ന് പറഞ്ഞു. കർത്താവിനെ അനുഭവിച്ചവർക്ക് സാക്ഷ്യത്തോടെ ജീവിക്കാൻ പറ്റൂ. ഈ പന്തലിന്റെ കീഴിൽ വന്നിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യത്തോടെ ജീവിക്കാൻ കഴിയില്ല, സാക്ഷ്യത്തോടെ പറയാൻ കഴിയില്ല. നിങ്ങൾ കർത്താവിനെ അനുഭവിക്കണം. ഹല്ലേലൂയ. അനുഭവിച്ചവന്റെ തന്തയ്ക്ക് പോലും അത് പറയാൻ പറ്റില്ല. ഹല്ലേലൂയ. അവന്റെ അപ്പൻ എന്താ പറഞ്ഞേ, അവന്റെ അമ്മ എന്നാ പറഞ്ഞേ, അവർക്കറിയാം യേശു സൗഖ്യമായെന്ന്. അവന്റെ തലയിലോട്ട് ഇട്ട് കൊടുത്തു. അവൻ പറയട്ടെ ആരാ സൗഖ്യമാക്കിയെന്ന്. ഞങ്ങൾ മെമ്പർഷിപ്പ് കളയാൻ തയ്യാറല്ല. ഉരുണ്ട് കളിച്ചു. ഈ ഉരുണ്ട് കളിക്കുന്നവരെ എൻ്റെ കർത്താവിന് ഇഷ്ടമല്ല. അമ്മയപ്പന്മാരെ പ്രതിയല്ല ഇവന് സൗഖ്യം കൊടുത്തത്. കർത്താവ് എന്തിനാ അവൻ ഈ പ്രായം വരെ കാത്തെന്നറിയാവോ? ഈ ഉരുണ്ട് കളിക്കുന്ന അപ്പനും അമ്മയും ആയതുകൊണ്ടാണ് ഇത്രയും കർത്താവ് താമസിപ്പിച്ചേ. അവൻ സ്വന്തമായി കർത്താവിനെ രക്ഷിതാവെന്ന് വാഗൊണ്ട് ഏറ്റുപറയാൻ പറ്റിയ സമയത്ത് ഈ ഉരുണ്ട് കളിക്കുന്ന മാതാപിതാക്കളെ കൊണ്ടല്ല അവന് സൗഖ്യം കൊടുത്തത്. അവനെ കണ്ടെത്തി സൗഖ്യം കൊടുത്തു. എന്നിട്ട് അവരുണ്ട് താഴെ പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞു ഒത്തിരുന്നു. ഞാൻ മുമ്പേ മെമ്പർഷിപ്പ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചു. ബൈബിൾ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? അച്ഛൻ ഉണ്ടാക്കി പറഞ്ഞ ഒരു കഥയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചിരിച്ചേ. യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവന്റെ പള്ളിയിലെ പേര് വെട്ടണമെന്ന് യഹൂദന്മാർ പറഞ്ഞൊത്തിരുന്നു. ഈ കുരുടന് പേര് വെട്ടിയാൽ ഒരു പേടിയില്ല. ഹല്ലേലൂയ. സകല നാമത്തിലും മേലായ നാമമുള്ളവന്റെ പേര് പിടിക്കുന്നവന്റെ പേര് വെട്ടിയാൽ എന്നാ പേടിക്കാനാ? ഹല്ലേലൂയ. സകല മുഴങ്കാലും മടങ്ങുന്ന നാമമുള്ളവൻ എനിക്ക് സൗഖ്യം തന്നു, എനിക്ക് സൗഖ്യം തന്നത് യേശുവാന്ന് പറയുന്നതിന്റെ പേരിൽ എന്റെ പള്ളി ലിസ്റ്റിലെ പേര് വെട്ടിയാൽ എനിക്കെന്ത്? എന്നാ വചനം? പള്ളിഭ്രഷ്ടരാകണം അല്ലേ? അതുകൊണ്ട് അവൻ്റെ അമ്മയപ്പന്മാർ അവൻക്ക് എന്തിനാ ബൈബിളിൽ ഇത്രയും വിശദമായിട്ട് എഴുതിയത്? തിരിച്ചറിയണം, പ്രാപിച്ചവന് മാത്രമേ സാക്ഷ്യത്തോടെ നിൽക്കാൻ കഴിയും. നിങ്ങൾ ചിലപ്പം പറയും അമ്മയപ്പന്മാരാ നമ്മളെ ഏറെ സ്നേഹിക്കുന്നതെന്ന്. പറവിയിൽ കുരുടനായിരുന്ന ഒരു മകന്റെ കണ്ണ് യേശു തുറന്നിട്ട് അത് യേശു എന്ന് പറയാനുള്ള കേൾപ്പില്ലാത്തവരാ നമ്മുടെ മാതാപിതാക്കളാ. ഹല്ലേലൂയ. താഴെ എഴുതിയിരിക്കുന്ന വാക്യം, കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു. മോനെ, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നീ ഒറ്റ നിപ്പങ്ങ് നിൽക്കുക. യേശു എന്ന് പേരുള്ള മനുഷ്യൻ. പിന്നെ ഇപ്പം പറഞ്ഞു നീ ചില കാട് കയറി. ഞങ്ങൾ കൊല്ലാനിരിക്കുന്നവനെ നീ പ്രവാചകനെന്ന് വരെ പറഞ്ഞു. അതുകൊണ്ടേ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണെന്നറിയോ? നീ ദൈവത്തിന് മഹത്വം കൊടുക്കുക. എന്നിട്ട് നിൻ്റെ വാഗൊണ്ട് നിനക്ക് സൗഖ്യം തന്നവൻ പാപിയാണെന്നൊന്ന് പറഞ്ഞാൽ മതി. നമുക്ക് പ്രശ്നം ഇവിടെ തീർക്കാം. ഞങ്ങൾ വെട്ടി വീണ് കിടക്കുക. ശാപത്തിൽ സൗഖ്യമായ അവനെ ഞങ്ങൾ കൊല്ലാൻ നോക്കിയിരിക്കുക. പക്ഷെ നീ ഇപ്പം ഒരുത്തൻ എഴുന്നേറ്റ് പുറവിയിലെ കുരുടനായവൻ ഇനി അത് തിരുത്തി പറയാൻ പറ്റുകയില്ല, നിനക്ക് സൗഖ്യം കിട്ടി, നാട്ടുകാരൊക്കെ കാണുകയും ചെയ്തു. നീ നിന്റെ വാഗൊണ്ട് പറഞ്ഞാൽ മതി, ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, പക്ഷെ എനിക്ക് സൗഖ്യം തന്ന മനുഷ്യൻ പാപി. ആഹാ, എന്നെ വിളിച്ചേക്കുന്നതേ മേൽക്കുമേൽ ജയം പ്രാപിക്കാനാ. ഹല്ലേലൂയ. എന്നെ വിളിച്ചേക്കുന്നത് ബലം എന്നിൽ വെച്ച ഒരു മനുഷ്യനുണ്ട്. എൻ്റെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. രണ്ടാമതും വിളിച്ചു, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആ മനുഷ്യൻ പാപി എന്ന് അറിയുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾ വായിക്കണം. ഒന്നിച്ചു വായിച്ചു 25-ാം വാക്യം. ഇന്നൊരു പുതിയ മനുഷ്യനായിട്ട് മടങ്ങിപ്പോൾ നിങ്ങളുടെ ധൈര്യം മടങ്ങി വരട്ടെ. പലതിനെയും നിങ്ങൾ പേടിക്കുന്നു, ഒന്നിനെയും പേടിക്കണ്ട. ഞാൻ നിങ്ങളോട് സാക്ഷ്യത്തോടെ നിന്നുകൊണ്ട് പറയുക, ഒരു പട്ടക്കാരൻ എന്നുള്ള സാക്ഷ്യം മുറുകെ പിടിച്ചുകൊണ്ട് പറയുക. എൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി എനിക്ക് ലഭിക്കാവുന്ന പലതിനെയും നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ പറയുക, നീ നിന്നോ, നിന്റെ കൂടെ നിന്റെ കർത്താവുണ്ട്. 25-ാം വാക്യം ഒന്നിച്ചു വായിക്കാം. അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. നിങ്ങൾ ചർച്ച ചെയ്തു, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു. നിങ്ങൾക്ക് സംശയമില്ലല്ലോ, കുരുടനായിരുന്നു, കണ്ണ് കാണുന്നു. അവനോട് അവൻ നിനക്ക് എന്ത് ചെയ്തു? നിന്റെ കണ്ണെങ്ങനെ തുറന്നു? അതിനവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾക്കാൻ ഇച്ഛിക്കുന്നത് എന്ത്? അടുത്ത ചോദ്യമാണ്, സുവിശേഷത്തിന്റെ ചോദ്യം. നിങ്ങൾക്ക് അവന്റെ ശിഷ്യനാകാൻ മനസ്സുണ്ടോ?
ആദ്യം എങ്ങനെയാ പറഞ്ഞു? യേശു എന്ന് പേരുള്ള മനുഷ്യൻ അല്ലേ? ഇപ്പൊ പറഞ്ഞു അവൻ പ്രവാചകനുമാ, ഗുരുവുമാ, ശിഷ്യനുള്ളവനാ അവൻ. എന്നാ പരീശന്മാരെ കുത്തുന്നുണ്ടല്ലേ? എൻ്റെ യേശു നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടല്ലേ? എൻ്റെ സൗഖ്യം തന്ന യേശു നിന്റെ സമാധാനം എടുത്തു കളയുന്നുണ്ടല്ലേ? ഇങ്ങനെ നീ പ്രതിപക്ഷത്ത് നിൽക്കാതെ അവൻ്റെ പക്ഷത്താവുക. ഹല്ലേലൂയ! നീ അവൻ്റെ ശിഷ്യനായാ മതി. ഈ മനസ്സിൻ്റെ പ്രയാസമൊക്കെ പോവും. എനിക്ക് സൗഖ്യം തന്നവൻ ഒരു നല്ല ഗുരുവാ, നിങ്ങൾ ശിഷ്യരാകുന്നത് അവന് ഇഷ്ടവാ. അവൻ പറഞ്ഞു, ശിഷ്യരാകാൻ മനസ്സുണ്ടോ? അയ്യോ, 28-ാമത്തെ വാക്യം, നീ അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. ഇവൻ എവിടെ നിന്നെന്ന് ഞങ്ങൾ അറിയുന്നില്ല. കണ്ണു തുറന്നിട്ടും അവൻ എവിടെ നിന്ന എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. കുരുടൻ പറയുക, എൻ്റെ കണ്ണു തുറന്നിട്ടും യേശു എന്ന പേരുള്ള മനുഷ്യൻ, യേശു എന്ന പ്രവാചകൻ, യേശു എന്ന ഗുരു എവിടെ നിന്നെന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. എന്താ വചനം എന്നറിയാമോ? വചനം കേൾക്കുക. ഹല്ലേലൂയ! എൻ്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്നറിയാത്തത് ആശ്ചര്യം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. ഇവിടെ നിങ്ങൾ വിശ്വസിക്കുക, കണ്ണ് കാണാഞ്ഞിട്ടും ദൈവഭക്തനായിരുന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത ഒരു മകനായി നിൽക്കുന്നത്. ഹല്ലേലൂയ! ഹല്ലേലൂയ! അവൻ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവഭക്തനായിരുന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു. എൻ്റെ അമ്മയപ്പന്മാരുടെ പ്രാർത്ഥന മൂലമല്ല, പരീശന്മാരെ നിങ്ങളുടെ പ്രാർത്ഥന മൂലമല്ല, യഹൂദന്മാരെ നിങ്ങളുടെ പ്രാർത്ഥന മൂലമല്ല, ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്ത എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരുത്തൻ വന്ന് എൻ്റെ കണ്ണു തൊട്ട് എന്നെ സൗഖ്യമാക്കിയെങ്കിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, കുരുടനായി പിറന്നവന്റെ കണ്ണ് ലോകമുണ്ടായതുവരെ ആരും തുറന്നതായി കേട്ടിട്ടില്ല. ഹല്ലേലൂയ! ഏറ്റവും വലിയ വാക്യം 33-ാമത്തെ വാക്യം, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ! ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് ആര് പറഞ്ഞു? കുരുടൻ പറഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യം അവൻ എന്തേ അറിയത്തുള്ളായിരുന്നു? യേശു എന്ന് പേരുള്ള മനുഷ്യൻ. അടുത്ത പടിയിൽ അവൻ എന്ത് മനസ്സിലായി? പ്രവാചകൻ. അടുത്ത പടിയിൽ എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? ഗുരുവാണെന്ന് മനസ്സിലായി. അടുത്ത പടിയിലോ? സ്വർഗത്തിൽ നിന്ന് വന്നവനാ. ഇത്രയും മനസ്സിലാക്കിയാൽ മതിയോ യേശുവിനെ കുറിച്ച്? ഹല്ലേലൂയ! ആരാ അവനെ പഠിപ്പിച്ചേ? ഏത് അച്ഛനാ, ഏത് ബിഷപ്പാ, ഏത് പാസ്റ്റർ അവനെ പഠിപ്പിച്ചേ? സത്യത്തിൽ ഉറച്ചു നിന്നു. ലോകം മുഴുവൻ അവനോട് അസത്യം പറയാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കണ്ണ് എന്റെയാ തുറന്നത്, നിങ്ങൾക്കൊക്കെ എന്തും വിളിച്ചു പറയാം. യേശു എന്ന് പേരുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞവൻ നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് വന്ന പാപരഹിതനായ മനുഷ്യനാണ് അവൻ. ഹല്ലേലൂയ! യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരൊറ്റ എഴുത്തേ ഉള്ളൂ, സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രനായി ഇറങ്ങി വന്നവൻ, പാപരഹിതനായി മരിച്ച് ക്രൂശിൽ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം അർപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ഇടയിൽ ജീവിച്ച് വീണ്ടും വരുന്നവൻ കർത്താവ്. ഹല്ലേലൂയ! എങ്ങനെ അവനത് പറഞ്ഞു? ഹല്ലേലൂയ! ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. ആമേൻ. താഴോട്ട് നോക്കാം. തീർന്നില്ല കഥ. 35-ാമത്തെ വാക്യം, 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ട്. യേശു കൂടെ ഉണ്ടായിരുന്നോ? ഈ സമയത്തൊന്നും ഞങ്ങളാരും യേശുവിനെ കണ്ടില്ലല്ലോ. ഈ പ്രക്രിയകളൊക്കെ നടക്കുമ്പോൾ യേശു എന്ത് ചെയ്യേ? എല്ലാം സൗഖ്യം കൊടുത്ത യേശു അറിഞ്ഞു. അവനെ പുറത്താക്കിയത് പറഞ്ഞു. അമ്മയപ്പന്മാരുടെ പേര് വെട്ടിയില്ല. ആരുടെ പേര് വെട്ടി? ആരുടെ പേര് വെട്ടി? കുരുടന്റെ പേര് വെട്ടി. ഈ ലോകത്തിലെ കുരുട്ടുബുദ്ധികൾ നിങ്ങളുടെ പേര് വെട്ടുമ്പോൾ സ്വർഗത്തിലെ 7 കണ്ണുള്ളവന്റെ ബുക്കിൽ നിങ്ങളുടെ പേര് എഴുതുക. ഹല്ലേലൂയ! ഹല്ലേലൂയ! അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടപ്പോൾ, അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. വെറുതെ കണ്ടതല്ല, പുറത്താക്കിയവനെ തേടി എൻ്റെ കർത്താവ് വന്നു. കുരുടൻ വഴി നിന്നതാ, അവന് വഴിയിൽ നിന്ന് കിട്ടിയ സൗഖ്യമാണ്. പക്ഷേ സത്യത്തിനു വേണ്ടി പുറത്താക്കിയെന്ന് കേട്ടാലുണ്ടല്ലോ,
നിങ്ങൾക്ക് ധൈര്യം തരിക. സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. ഞാൻ ഈ 2025 ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് ഇവിടെ നിന്ന് ലജ്ജ കൂടാതെയും ഹൃദയത്തിൻ്റെ ധൈര്യത്തോടെയും പറയുക, നിന്നെ പുറത്താക്കി എന്ന് കേട്ടാൽ നിന്റെ അടുക്കിലേക്ക് ഓടി വരുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. ഹല്ലേലൂയ. യേശു അവൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ മനസ്സിലാക്കണം, അവൻ യേശു എന്ന് പേരുള്ള മനുഷ്യനാണെന്ന് മനസ്സിലായി, പ്രവാചകനാണെന്ന് മനസ്സിലായി, ഗുരു എന്ന് മനസ്സിലായി, സ്വർഗത്തിൽ നിന്നുള്ളവനെന്ന് മനസ്സിലായി. എന്നാൽ അവൻ്റെ മനസ്സിലാക്കൽ പൂർണ്ണമാകണമെങ്കിൽ അവൻ്റെ കണ്ണെ തൊട്ടത് ദൈവപുത്രനാണെന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ യേശുവിൻ്റെ ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. നിങ്ങളും അറിയും, കർത്താവിൻ്റെ 2ാം വരവിൽ അവൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. അന്ന് അയ്യോ പത്തോ എന്ന് വിളിച്ചാൽ ആരും രക്ഷപ്പെടുകയില്ല. ഓരോരുത്തൻ ജീവനിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ട ദിവസത്തിൽ നീ അതിലേക്ക് സൂക്ഷിച്ചു നോക്കുക. ദൈവപുത്രനെന്ന് മാത്രമുള്ള അറിവ് അവനില്ലായിരുന്നു. അപ്പോൾ യേശു വന്നിട്ട് ചോദിച്ചു, ദൈവപുത്രൻ വിശ്വസിക്കുന്നു? അയ്യോ യജമാനനെ, ഓ മൈ ലോർഡ്, അവനാര്? ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. യേശുവിൻ്റെ വാക്കാണേ. നീ അവനെ കണ്ടിട്ടുണ്ട്, നീ എന്നെ കണ്ടില്ലല്ലേ? നിനക്ക് കാഴ്ചയില്ലാത്തപ്പോഴാണ് ഞാൻ നിന്റെ കണ്ണി തൊട്ടെ അല്ലേ? അപ്പം നീ എന്നെ കണ്ടിട്ടില്ല, നീ എന്നെ കണ്ടിട്ടില്ല, എന്നാൽ നിന്റെ മുന്നിൽ അവൻ വന്നിട്ടുണ്ട്. നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ. എന്തേ യേശു മടങ്ങി വന്ന് ദൈവപുത്രനായി തന്നെ വെളിപ്പെടുത്തി അവൻ ആത്മീയമായി വളർന്നു. സൗഖ്യം ലഭിച്ചവൻ തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ വെള്ളം ചേർക്കാതെ വ്യാജം പറയാതെ യേശുവിനെ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തു അവന്റെ അടുക്കലേക്ക് മടങ്ങി വന്ന് അവന് കാണിച്ചു കൊടുത്തു ദൈവപുത്രൻ ആരാണെന്ന്. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ. അവൻ അവനെ നമസ്കരിച്ചു. യേശു പറഞ്ഞു, കാണാത്തവർ കാണാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിലേക്ക് വന്നു എന്ന് യേശു പറഞ്ഞു. പരീശന്മാര് കേക്കയാ പറഞ്ഞേ, കാണുന്നെന്ന് വിചാരിക്കുന്ന കുരുടന്മാരെ, കുരുടനെന്ന് വിചാരിച്ചവന്റെ കണ്ണിനെ കാണുക. ഇതുകൊണ്ടാണ് യേശു ഒരു വാക്യം ആദ്യം പറഞ്ഞത്. എന്താണ് യേശു പറഞ്ഞ വാക്യം? അത് വായിച്ചു വേണമല്ലോ ഇത് പൂർത്തിയാക്കാൻ. യേശു ഒരു വാക്യം ആദ്യം പറഞ്ഞു 9-ാമത്തെ അധ്യായത്തിൽ, ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആ വാക്യം ഒന്ന് നോക്കിയാട്ട് യേശു വാങ്ങിച്ച ആ വാക്യം, അത് 9-ാമത്തെ അധ്യായത്തിൻ്റെ 4-5 വാക്യം. ഇവിടെ ആ മർമ്മം ഇരിക്കുന്നത്. എന്നെ അയച്ചവന്റെ പ്രവൃത്തി. ഇനി അയച്ചവൻ ആരാന്ന് പറ? ഈ കുരുടൻ. ഹല്ലേലൂയ. യേശുവിനെ ദൈവം അയച്ചതുപോലെ യേശു ഈ കുരുടനെ അയച്ചു. യേശുവിനെ അയച്ച പ്രവൃത്തി യേശു ചെയ്യുന്നത് പോലെ യേശു അയച്ച കുരുടൻ യേശുവിൻ്റെ പ്രവൃത്തി ചെയ്തപ്പോൾ, ഹല്ലേലൂയ, ആ ഇരുളിൻ്റെ ലോകത്തില്, രാത്രിയുടെ ലോകത്തില് അവൻ വെളിച്ചമായി ഇരുന്നു. ആ ഇരുളാകുന്ന ലോകത്തില് അമ്മയപ്പന്മാർ അവനോട് പറഞ്ഞു, നീ ഇരുളാകാ. പരീശന്മാർ അവനോട് പറഞ്ഞു, നീ ഇരുളാകാ. അയൽക്കാർ അവനോട് പറഞ്ഞു, നീ ഇരുളാകാ. പക്ഷെ അവൻ പറഞ്ഞു, എന്നെ വെളിച്ചം തൊട്ടതുകൊണ്ട് എനിക്ക് വെളിച്ചത്തിന് സാക്ഷ്യം പറയണം. ഈ ലോകത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയും. അവൻ ഈ ലോക മനുഷ്യന്റെ ഇടയിൽ നിന്ന് പുറത്തായി. എന്നാൽ ദൈവത്തിൻ്റെ പുത്രൻ അവനെ കൈക്കൊണ്ട് അവന് ദൈവപുത്രനെ കാണിച്ചു കൊടുത്തു. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ബലം നിന്നിലുള്ള ഈ കുരുടനെ കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അവന്റെ മനസ്സിലെ സിയോനിലേക്കുള്ള പെരുവഴികളെ ഞങ്ങളെ കാണിച്ചല്ലോ. ആ പെരുവഴിയുടെ അറ്റത്ത് സിയോനിൽ നിൽക്കുന്ന യേശു ദൈവപുത്രനെന്ന് വെളിപ്പെടുമ്പോൾ മേൽക്കുമേൽ ബലം പ്രാപിച്ചവൻ ദൈവസന്നിധിയിൽ ചെന്ന് എത്തുന്നു ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. അവന്റെ ധൈര്യത്തെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സൗഖ്യമാക്കിയിടത്ത് ഒന്നും പൂർണ്ണമാകുന്നില്ല. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവൻ ആ ദൈവ സൗഖ്യം തന്നവനെ സാക്ഷിച്ചുകൊണ്ട് ലോകത്തിലേക്ക് ഓടുമ്പോൾ അവന്റെ മുന്നിൽ പിന്നെയും വെളിപ്പെടുന്ന ദൈവമുണ്ട്. അതെ, ചരിത്രത്തിലെ ഒരു യേശുവിനെ ധരിച്ചുകൊണ്ട് ഞങ്ങൾ ഓടി നടക്കുമ്പോൾ ചരിത്രാതീതനായ കർത്താവ് ഒലിവുമലയിൽ വന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് തരാൻ എന്തുണ്ട് കർത്താവേ?
ഞങ്ങൾക്ക് തരാനുള്ളത് എന്തായിരിക്കണമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ ധൈര്യം നിന്റെ മക്കളിൽ ഉണ്ടാകട്ടെ, ഈ ബലം നിന്റെ മക്കളിൽ ഉണ്ടാകട്ടെ. ലോകത്തിന് നിന്റെ മക്കളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പുറത്താക്കാൻ കഴിഞ്ഞാൽ കർത്താവ് നിന്റെ അടുക്കൽ വന്ന് അവനെ തന്നെ നിനക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ലോകത്തിന് അത് ലഭിക്കയില്ല. യേശുവേ, നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ സഹായിച്ചല്ലോ. ഇന്ന് രാത്രികാലം നമ്മൾ കേട്ട വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നലെയും ഇന്നും ഒക്കെയായി ദൈവം ഇവിടെ വിതച്ചതായ വിത്തുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. നമ്മുടെ സൗഖ്യം നമുക്ക് ബലം തരുന്നതാണെന്നുള്ളതായ വലിയ പരിപൂർണ വിശ്വാസം, ആ ധൈര്യത്തോടെ നമുക്ക് പോകുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ 2 ദിവസങ്ങൾ വചനം സംസാരിച്ച് തക്ക സമയത്ത് കടന്നു വരികയും നമുക്ക് വേണ്ടതായ വചനം ശുശ്രൂഷിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛനോട് ഈ സഭയുടെ കമ്മിറ്റിക്കാരുടെ പേരിലും സഭയുടെ പേരിലും എല്ലാ ജനങ്ങളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ആരാധനയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട നിലംപൊടിഞ്ഞ CSI സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ജേക്കബ് സാറിനോടും സൗത്ത് പാമ്പാടി സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡിജോ സാറിനോടും കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിക്കുന്നു. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ഓർപ്പിക്കുകയാണ്. സൗത്ത് പാമ്പാടിയിൽ നിന്നും ചിറക്കിൽ നിന്നും കൈക്കാരന്മാരും ജനസമൂഹമൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുള്ള മറ്റ് സഭകളിൽ നിന്നൊക്കെ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെയൊക്കെ ഒരു ഒറ്റ വാക്കിൽ ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നെൽസനെ വളരെ അധ്വാനിക്കുകയും ഭാരപ്പെടുകയൊക്കെ ചെയ്യുന്നു. ദേവദാസിനെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇന്ന് പുന്നവേലിയിൽ വെച്ച് നടന്നായിട്ടുള്ള നമ്മുടെ സൈന്യസഖ്യത്തിൻ്റെ മത്സരത്തിൽ വിജയമായിട്ടുള്ള എല്ലാവർക്കുമുള്ള സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അത് സമയം ഇത്ര ആയതുകൊണ്ട് നാളത്തെ ആരാധനയുടെ മധ്യത്തിൽ അത് വിതരണം ചെയ്യുന്നതാണെന്നുള്ള കാര്യവും പ്രത്യേകം ഓർപ്പിക്കുന്നു. നാളെ രാവിലെ 8 മണിക്ക് വിശുദ്ധ ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മാത്യു വർക്കിയച്ചൻ വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ഓർപ്പിക്കും. നാളെ രാത്രികാലത്തെ പ്രാർത്ഥന കൺവെൻഷൻ്റെ യോഗം അവസാനത്തെ പ്രാർത്ഥന നമ്മുടെ കൺവെൻഷൻ്റെ അവസാന ദിവസമാണ്. പ്രൊഫസർ ചെറിയാൻ വർഗീസ് സാറ് മാവേലിക്കരയാണ് വചന ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്നത്. അതുകൊണ്ട്
ബലം നിന്നിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള ഒരു മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കരുണയുള്ള ദൈവമേ, ഈ രാത്രിയും ഞങ്ങളോട് ഇടപെട്ടതിനായി ഞങ്ങൾ എന്നെ വാഴ്ത്തുന്നു. പിറവിയിലെ കുരുടനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടെ അവൻ ബലം പ്രാപിച്ച് പടിപടിയായി വളർന്നതുപോലെ കർത്താവേ, ഞങ്ങൾ നിന്നിൽ നിന്ന് പ്രാപിക്കുന്നതിനനുസരിച്ച് സത്യത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അന്ധകാരത്തിൽ അന്ധതയും അനാചാരങ്ങളും കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ സത്യത്തിൽ വളർന്ന സത്യത്തെ പ്രഘോഷിച്ച് കർത്താവെ, നേരോടെ നിവർന്നു നിന്ന് നിന്നെ സാക്ഷിപ്പാൻ, യേശു മാത്രം കർത്താവ് എന്ന് സാക്ഷിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. പടിപടിയായിട്ടവൻ വളർന്ന് മഹത്വപ്പെടുത്തിയതുപോലെ ആത്മീയമായി വളരുവാൻ, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ, എല്ലാ ദോഷങ്ങളിൽ നിന്നും എല്ലാ അന്ധതകളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ഭൃത്യനെ ഇന്ന് അയച്ചു കർത്താവേ, അവിടുത്തെ വചനം ഇവിടെ വിളമ്പി, അവിടുത്തെ വചനത്തെ കർത്താവേ വിഭാഗിച്ചു നൽകി, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറച്ചല്ലോ. നിന്റെ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണം. ദാസനെ തുടർന്നും എടുത്തുപയോഗിക്കണം. അവിടുത്തെ നാമമഹത്വത്തിനാക്കി തുറക്കണം. ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, എല്ലാ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുകുട്ടികളടക്കം എല്ലാവർക്കായി സ്തോത്രം. കർത്താവേ, ഗായക സംഘത്തിനായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി, എല്ലാ സഭയിലെ വിശ്വാസികൾക്കായി, ചുറ്റുപാടുള്ള സമൂഹത്തിനായി, ദുഃഖിതരായി രോഗികളായി പ്രയാസപ്പെടുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അവർക്കൊരു വിടുതലായി, വെളിച്ചമായി, ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തുവിനെ കാണുന്ന അനുഭവമായി മാറുവാൻ അവിടുന്ന് സഹായിക്കണമേ. അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി സ്തുതിക്കുന്നു. ഇത് അങ്ങയുടെ മഹത്വത്തിന് ഉപയോഗിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണം. ഉയരത്തിലെ സാന്നിധ്യത്തിൽ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാർ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും വളരെ ദൂരെ നിന്നുമൊക്കെ ഈ പന്തലിന് കീഴിൽ ഈ വചനത്തിനായി ആഗ്രഹിച്ച് ദാഹത്തോടെ കടന്നു വന്ന് ബലം ധരിച്ച് സിയോനെ ലാക്കാക്കി മടങ്ങുന്ന നിന്റെയും എല്ലാ മക്കളോടുകൂടെയും, ശബ്ദപരിധിയിലുണ്ടായി വചനം ശ്രവിച്ച ഏവരോടുകൂടെയും, നല്ല പാട്ടുകൾ പാടി ഈ ശുശ്രൂഷയ്ക്ക് ഭംഗി വരുത്തിയ ഗായക സംഘത്തോട്, ഈ മക്കളോട് ഏവരോടും അവരുടെ ഭാവിയോടുകൂടെയും, ഈ സഭയുടെ കമ്മിറ്റി അംഗങ്ങളോടും ഇതിൻ്റെ നടത്തിപ്പുകാരോടും ചെറുതും വലുതുമായ കാര്യാദികൾ ചെയ്ത എല്ലാവരോട് കൂടെയും, നാളെ നടക്കേണ്ട പ്രത്യേകമായ ആരാധനയോടും വൈകിട്ടുള്ള കടശി യോഗത്തോടും ലോകമെമ്പാടും ക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിനായി നടക്കുന്ന ബലമുള്ള എല്ലാ പ്രവൃത്തിയോടും കൂടെ ഇപ്പോഴും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വരണമേ.